ഇന്നും നമുക്ക് ഇന്നലെ ഉന്നയിച്ച മുതലാളിത്ത സൗഹൃദത്തിൻ്റെ നാശനഷ്ടങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിച്ച ദുരന്തത്തിലേക്ക് തിരിച്ചെത്തേണ്ടതായിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ടൊരു പ്രമേയമാണ്. അതായത് മുതലാളിത്ത സൗഹൃദം എന്ന് പറയുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെയോ മാത്രം ഒരു ദൗർബല്യം എന്നുള്ള നിലയിൽ നമുക്ക് നോക്കിക്കാണാനാവില്ല. അതായത് മുതലാളിത്തം അതിൻ്റേതായ സാങ്കേതിക മാർഗങ്ങളിലൂടെ പുതിയ തന്ത്രങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ കാറൽ മാർക്സ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സായുധ വിപ്ലവത്തിലൂടെ ഒരു ആംഡ് റവല്യൂഷനിലൂടെ നമ്മൾ ഈ സോഷ്യലിസം സ്ഥാപിക്കും എന്നൊക്കെ ഉള്ളൊരു കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചിരുന്നു. അവിടെയൊന്നും നമുക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ആയുധം എന്ന് പറയുന്നത് ഇപ്പോൾ പ്രധാനപ്പെട്ട ആയുധം എക്കോണമിയുടേതായിട്ടുള്ള ആയുധമാണ്. എക്കോണമിയിൽ നിന്നാണ് ആയുധം ഉണ്ടായി വരുന്നത്. അതാണ് അതിൻ്റെ അത് പണ്ടും അങ്ങനെ ആയിരുന്നു. എക്കോണമിയിൽ നിന്ന് തന്നെയാണ് ആയുധം ഉണ്ടായി വരുന്നത്. ഒരു ആയുധ ശക്തി എന്ന് പറയുന്നത് ആ ഒരു എക്കോണമി അതിൻ്റെ പിന്നിൽ ഉണ്ടാകണം. പക്ഷേ ആ എക്കോണമിയെ എങ്ങനെ തന്ത്രപരമായി അതിനെ തന്നെ ഒരു ആയുധമാക്കി. ഇപ്പോൾ എക്കോണമിയിൽ നിന്ന് ആയുധങ്ങൾ ഉൽപ്പന്നമാകുന്നു, എക്കോണമിയിൽ നിന്ന് യുദ്ധങ്ങൾ ഉൽപ്പന്നമാകുന്നു. അതേസമയം എക്കോണമിയെ തന്നെ ഒരു ആയുധമാക്കി പരിവർത്തിപ്പിച്ചുകൊണ്ടുള്ള ഒരു യുദ്ധമാണ് ഫിനാൻസ് ക്യാപിറ്റലിസത്തിൻ്റെയും ഫിനാൻസ് കൊളോണിയലിസത്തിൻ്റെയും കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് നേരിടാനുള്ള മറുതന്ത്രങ്ങൾ നമ്മുടെ സോഷ്യലിസ്റ്റ് സമൂഹത്തിന് ഇല്ലാതെ പോയി എന്നുള്ളത് കൊണ്ട് സോഷ്യലിസ്റ്റ് നാഗരികത അടിപടലെ തകർന്നു വീണു എന്നുള്ളതൊരു വസ്തുതയാണ്. അതിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ക്യൂബയെ പറ്റി സംസാരിക്കുന്നത്, നോർത്ത് കൊറിയയെ പറ്റി സംസാരിക്കുന്നത്. അവിടെയൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പുതിയ തലമുറയെ രൂപപ്പെടുത്തി കൊണ്ടുവരുന്നതിൽ അവരെല്ലാം പരാജയപ്പെടുകയാണ്. ഇപ്പോൾ നോർത്ത് കൊറിയ എന്ന് പറയുന്നത് ഒരു കുടുംബ സ്വത്ത് എന്നുള്ള രീതിയിൽ ഒരു കുടുംബ പിന്തുടർച്ചാവകാശം പോലെ പോകുന്നു. ക്യൂബ ഇപ്പോൾ റൗൾ വന്നു, കാസ്ട്രോയ്ക്ക് ശേഷം പിന്നീട് അവിടെ മാറ്റങ്ങളുണ്ടായി. പക്ഷേ ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത് വേറൊരു ഭൂഖണ്ഡമാണ്. അതങ്ങനെ ആർക്കും അങ്ങനെ പെട്ടെന്ന് വഴങ്ങിക്കൊടുക്കില്ല. പക്ഷേ അവിടെ യു ഹാവ് ദ സ്ട്രോങ് ലെഫ്റ്റിസ്റ്റ് എലിമെൻറ്റ് ദർ ദാറ്റ് കനോട്ട് ബി സപ്രസ്ഡ്. അത് ലാറ്റിൻ അമേരിക്കൻ കോണ്ടിനെൻറ്റ് ഇനിയിപ്പോൾ യു എസ് എത്രത്തോളം ശ്രമിച്ചുകൊണ്ടിരുന്നാലും ആ ലാറ്റിൻ അമേരിക്കയും ഈ നോർത്ത് അമേരിക്കയും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈഗ്രൻ്റ് യൂറോപ്യൻസും നേറ്റീവ് അമേരിക്കൻസും തമ്മിലുള്ള വൈരുദ്ധ്യമാണ്. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള വൈരുദ്ധ്യം എന്ന് പറയുന്നത്. ആ വൈരുദ്ധ്യം ഒന്നും ഉണ്ടായിരിക്കും. ആ വൈരുദ്ധ്യത്തിൽ ഒന്ന് മറ്റൊന്നിനെ കീഴടക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഉദാഹരണത്തിന് ലാറ്റിൻ അമേരിക്കൻ കളിക്കാരെല്ലാം യൂറോപ്യൻ ക്ലബ്ബുകളിലാണ് കളിക്കുന്നത്. അത് തന്നെ ഒരു പ്രത്യേക തരം അധിനിവേശത്തിൻ്റെതായ പ്രശ്നമാണ്. എന്നുവെച്ചാൽ അവരുടെ മുഴുവൻ ഈ പ്രതിഭാവീര്യവും ഹയർ ചെയ്യപ്പെടുകയും പർച്ചേസ് ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ ആ എക്കോണമിയുടെ പരാധീനത കൊണ്ട് അവരടിമപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് ലാറ്റിൻ അമേരിക്കയുടെ ഒരു ചരിത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, അപ്പോൾ ലാറ്റിൻ അമേരിക്ക നിങ്ങൾക്ക് അത്ര പെട്ടെന്ന് സപ്രസ് ചെയ്യാനാവില്ല ഒരിക്കലും. ഇപ്പോൾ ഇന്ത്യയിലൊക്കെ വളരെ ഈസിയാണ്. ഈ പറയുന്നത് പോലെ ഒരു ലെഫ്റ്റ് എന്ന് പറയുന്ന ഏറ്റവും ദുർബലമായ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതായത് ബുദ്ധിജീവികളായ ചില മേനിക്കണ്ടപ്പന്മാരുടെ ഈ നിയന്ത്രണത്തിൽ ഉള്ള ചില പുലമ്പലുകളല്ലാതെ വേറൊന്നും തന്നെ ഈ പറഞ്ഞതുപോലെ വളരെ ഗൗരവപൂർവ്വം ഈ ഇടതുപക്ഷത്തിൻ്റേതായിട്ടുള്ള ചരിത്രപരമായ ദൗത്യം എന്ത് എന്നുള്ളതിനെ പറ്റി ആലോചിക്കുന്ന, പ്രത്യേകിച്ച് ഫിനാൻസ് കൊളോണിയലിസത്തിൻ്റെയും ട്രാൻസ്നാഷണൽ കൊളോണിയലിസത്തിൻ്റെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അതെങ്ങനെ ആയിരിക്കണം, അതിനെങ്ങനെ സ്ട്രീം ലൈൻ ചെയ്യണമെന്ന് ചിന്തിക്കുന്നതിനെ പറ്റി ഉള്ള ഒരു ബുദ്ധിപരമായ ഒരു ഊഷരതയാണ് ഇന്ന് ഇന്ത്യൻ ഇടതുപക്ഷം എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ അവസ്ഥ. അപ്പോൾ അതിൻ്റെ ഇന്ത്യൻ ഇടതുപക്ഷത്തിൻ്റെ ബുദ്ധിപരമായ ഊഷരത എത്രത്തോളം ഭയാനകമാണ് എന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യമായിട്ടാണ് നീതി ആയോഗിൻ്റെ സർട്ടിഫിക്കറ്റിനെ മുൻനിർത്തി രാമേന്ദ്രൻ പിള്ള ഈ PB മെമ്പർ, അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. പണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട്, NSSൻ്റെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹത്തെ ഈ PBയിൽ കൊണ്ടുവന്നതാണ്. അതായത് അദ്ദേഹം ഇവിടെ സിൻഡിക്കേറ്റ് മെമ്പറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം NSSൻ്റെ പ്രതിനിധിയായിട്ടാണ് സിൻഡിക്കേറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അത് എല്ലാവർക്കും ആ സിൻഡിക്കേറ്റിലുണ്ടായിരുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൽ പറഞ്ഞാൽ ഒരു വളരെ ക്രൂരനായ ഒരു CPM ലീഡർ വളരെ പരസ്യമായിട്ട് അത്
ഒരു കമ്മിറ്റിയിൽ വിളിച്ചു പറയുകയും ചെയ്തു. ആ തരത്തിൽ ഉള്ളൊരു അപ്പോൾ ആ ഒരാൾ പി വിയിൽ ചെന്നുപെട്ടാലുണ്ടാകുന്ന അവസ്ഥ അദ്ദേഹത്തിന് ഈ പറഞ്ഞില്ലേ ഇത് ഇപ്പോൾ ഈ പറഞ്ഞില്ലേ ഈ മാർക്സിസം ലെനിനിസം ഈ ലെഫ്റ്റിസം എന്നൊക്കെ പറയുന്നത് ഒരു ജെന്യുവൻ ആറ്റിറ്റ്യൂഡാണ്. അത് വളരെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരുപാട് പ്രേരണകളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതും ഒരു ചരിത്രബോധവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതും ആയിട്ടുള്ള ഒന്നാണ്. അങ്ങനെ ഒരു ടെൻഡൻസി ഇല്ലാതെ ഒരു കരയോഗൻ ഈ ലൈനിൽ ഡെവലപ്പ് ചെയ്യുകയും അതായത് പോളിറ്റ് ബ്യൂറോയിൽ ഇരിക്കുമ്പോഴും ഒരു കരയോഗം സ്കൂളിൻ്റെ മാനേജറായി അല്ലെങ്കിൽ മാനേജിങ് കമ്മിറ്റിയിൽ ഇരുന്നു കൊണ്ട് അവിടെ കൈക്കൂലി വാങ്ങുന്നതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തീർച്ചയായും ഈ പറഞ്ഞില്ലേ സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ആകുമ്പോൾ ഉണ്ടാകാവുന്ന പരാധീനതകൾ തീർച്ചയായും സി പി എമ്മിനെയും ബാധിച്ചിട്ടുണ്ട്. ഇദ്ദേഹം എങ്ങനെയാണ് അതായത് ജനകീയ പ്രവർത്തനത്തിലുള്ളൊരു ജനകീയ നേതാവാണോ, താത്വികനാണോ? ഒന്നുമല്ല. അദ്ദേഹം നല്ലൊരു സ്ക്രൈബാണ്. അതായത് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് പകർത്തി ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതാനും പരിഭാഷപ്പെടുത്താനും ഉള്ളൊരു കഴിവ് എന്നതിൽ കവിഞ്ഞ് ഒന്നുമില്ല. അതായത് ഇപ്പോൾ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾക്ക് വന്ന ഏറ്റവും വലിയ ഒരു പരാജയം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് നല്ലവണ്ണം എഴുതാനും പ്രയോഗിക്കാനും ശേഷിയുള്ള ആൾക്കാർ നേതൃനിരയിൽ കുറവായിരുന്നു, സീനിയർ ലീഡേഴ്സിൽ. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അതിൽ നിന്ന് ഉണ്ടായി വന്ന ഒരാൾ എന്നുള്ള രീതിയിലായിരിക്കും EMS ഇരിക്കുമ്പോൾ തന്നെ ഇദ്ദേഹം ഈ പോളിറ്റ് ബ്യൂറോ മെമ്പറായി വന്നെന്നൊക്കെ പറയുന്നത് തന്നെ ഒരു വലിയ സങ്കടമാണ്. EMSന് ഈ തരത്തിൽ പറഞ്ഞില്ലേ ആളുകളെ ഇങ്ങനെ ഓരോ പോസ്റ്റിലെത്തിക്കുമ്പോഴത്തേക്ക് ഇയാൾ യോഗ്യനാണോ അയോഗ്യനാണോ എന്നൊന്നും EMS സാധാരണ പറയാറില്ലായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് വന്നത്. അപ്പോൾ അദ്ദേഹം ഇന്ന് ദേശാഭിമാനിയിൽ എഴുതിയിരിക്കുന്ന ഫലിതസമ്പൂർണമായ ലേഖനം അദ്ദേഹം മനസ്സിലാക്കാനുള്ളത് കേരളത്തിന് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യതിരിക്തമായ ഒരു ചരിത്രമുണ്ട്. അത് കേരളത്തിൻ്റെ സവിശേഷമായ ഒരു ചരിത്രമാണ്. ആ ചരിത്രം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറയുക ഇപ്പോൾ തമിഴ്നാട്ടിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ജഗ്രാഫിക്കലായിട്ടുള്ള സിറ്റുവേഷൻ തന്നെ അങ്ങ് എടുത്ത് നോക്കുക. കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സഞ്ചരിക്കുമ്പോഴത്തേക്ക് ബസ് സഞ്ചരിക്കുമ്പോഴത്തേക്ക് കുറേ ഊഷരമായ ഭൂമി, അത് കഴിഞ്ഞിട്ട് കുറേ ആളുകൾ അധിവസിക്കുന്ന ഒരു ഗ്രാമം, അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറേ ഊഷരമായിട്ടുള്ള മണൽപ്പരപ്പ്. നമ്മൾ തമിഴ്നാട്ടിൽ സഞ്ചരിക്കുമ്പോൾ സാധാരണ കാണുന്ന ഒരിതാണ്. വളരെ ബ്രോഡായിട്ട് നമ്മളെക്കാൾ ഒരുപാട് സ്ഥലം, ഇവിടുത്തെ ജനസാന്ദ്രത. ഈ ജനസാന്ദ്രതയിൽ ഈ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് ട്രൈബൽ കോളനി മുതൽ ഈ നഗരങ്ങൾ വരെ അതിനെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു ഗതാഗതത്തിൻ്റേതായ ഒരു ചരടുണ്ട്. ഈ വളരെ ഐസൊലേറ്റഡ് എന്ന് പറയാവുന്ന കുറേ ഹില്ലി ഏരിയാസ് ഉണ്ട് എന്നത് കവിഞ്ഞ കേരളത്തിൻ്റെ ഒരു പുതിയ ചിത്രം എടുത്താൽ കേരളത്തിൻ്റെ ഘടന എങ്ങനെയാണ്? അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ ലാൻഡിൻ്റെ ഒരു സവിശേഷത ഉണ്ട്. അതായത് നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ കുടിയേറ്റക്കാരെയൊക്കെ തള്ളിപ്പറയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർ വനം കയ്യേറ്റക്കാരാണ്, മുറിച്ചു മാറ്റുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ കുഴപ്പം പിടിച്ച കാര്യങ്ങൾ തന്നെയാണ്, നമ്മുടെ എക്കോണമിയായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഈ പറഞ്ഞില്ലേ ഈ മലയോരങ്ങളിലേക്ക് മലയോരങ്ങൾ കയ്യേറി അവിടെ മനുഷ്യവാസം സാധ്യമാക്കി തീർത്ത ഒരു സമൂഹമുണ്ട്. ആ സമൂഹം കേരളത്തിൻ്റെ ഈ ഭൂപ്രകൃതിയെയും പരിസ്ഥിതിയെയും പുനർനിർമ്മിക്കുന്നതിൽ അവർക്ക് അവരുടേതായിട്ടുള്ള പങ്കുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ആ തരത്തിൽ ഈ തീരദേശം മുതൽ ആ ഹിലി ഏരിയാസ് വരെയുള്ള അവിടെ പടർന്നു കിടക്കുന്ന ആ ജനസമൂഹത്തിൻ്റേതായിട്ടുള്ള ഒരു ഗ്രാഫ് നമ്മൾ എടുത്തു നോക്കണം. നമ്മളിപ്പോൾ ഒരു ഡെമോഗ്രാഫി എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, ആ ഡെമോഗ്രാഫിയിൽ തന്നെ ആ ഡെമോഗ്രാഫിയോട്ട് അറ്റാച്ച് ചെയ്ത് വരുന്ന ഒരു സ്പേസിൻ്റെ സവിശേഷതയും കൂടെ നമ്മൾ കണക്കിലെടുക്കണം. അവിടെ നിന്നുകൊണ്ട് അവർ തുടങ്ങുന്ന അധ്വാനത്തിൻ്റെ വിഭിന്നമായ രീതികൾ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ, ഒരു പക്ഷേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ വിദേശങ്ങളിലേക്ക് ജോലി തേടി പോയത് കേരളത്തിലാണുള്ളത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ജാതിക്കെതിരെയുള്ള, അതായത് AD 7-ാം നൂറ്റാണ്ടിലാണ് ഇവിടെ ഹിന്ദുമതം വരുന്നത്. മറ്റുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഈ ബുദ്ധമതത്തിന് മുമ്പ് തന്നെ ബ്രാഹ്മണ മതം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ബ്രാഹ്മണ മതം ഇല്ലായിരുന്നു. അത് തമിഴ്നാട്ടിൽ ഏതാണ്ട് അങ്ങനെ തന്നെ ആയിരുന്നു. ഇവിടെ ബ്രാഹ്മണ മതം ഇല്ലായിരുന്നു, ഹിന്ദുമതം വരുന്നു. ഹിന്ദുമതം വന്നിട്ട് അതിന് പിടിച്ചു നിൽക്കാനായിട്ട് ആ വൈഷ്ണവിസത്തിൻ്റെ ചിറകിന് കീഴിൽ ഒതുങ്ങേണ്ടി വന്നു. അതൊരു കോംപ്രമൈസ് ആയിരുന്നു. അപ്പോൾ ആ കോംപ്രമൈസ് ഉണ്ടായിട്ട് അതിലൂടെ അവർ
ഈ ജാതി വ്യവസ്ഥ കൊണ്ടുവരുന്നു, സംബന്ധ വ്യവസ്ഥ കൊണ്ടുവരുന്നു, മരുമക്കത്തായ വ്യവസ്ഥ കൊണ്ടുവരുന്നു. ആ വ്യവസ്ഥകളൊക്കെ നമ്മുടെ ഈ ചരിത്രത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിലൊക്കെ അതിൻ്റേതായ ചെറിയ ഗുണങ്ങളും വലിയ ദോഷങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ ഇപ്പോൾ ഗാന്ധി തന്നെ കാസ്റ്റിസം വൈ ഇറ്റ് ഈസ് ജസ്റ്റിഫൈഡ് എന്നും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ യങ് ഇന്ത്യയിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു കാരണവശാലും ഉൾക്കൊള്ളാനാവാത്തൊരു ജനതയായിരുന്നു കേരള ജനത എന്ന് പറയുന്നത്. അതാണ് ഒരു ഇന്ത്യൻ മൈൻഡ്. ഇപ്പോൾ ഗാന്ധിജി മീൻസ് ഇന്ത്യൻ മൈൻഡ്. ഇന്ത്യയുടെ ഉപരിവർഗത്തിൻ്റേതായ ഒരു മനസ്സ്, അതായത് സ്വാതന്ത്ര്യേച്ഛുവായ ഒരു ഉപരിവർഗത്തിൻ്റെ മനസ്സ് ഗാന്ധിജിയിലുണ്ട്. അതിൽ നിന്ന് ഭിന്നമായൊരു മനസ്സ് കേരളത്തിന് ആദ്യം വരെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പറയുന്നത് പോലെ ഈ മതപൗരോഹിത്യത്തിൻ്റെ ആധിപത്യമായിരുന്നു ഇന്ത്യൻ സംസ്കാരം നേരിട്ടിരുന്ന വെല്ലുവിളി. ഇപ്പോഴും നമ്മൾ നേരിടുന്ന വെല്ലുവിളി, ഇപ്പോൾ ഈ മോദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മതപൗരോഹിത്യ നാഗരികതയുടെ കൊടിക്കൂറയുമായി ഭരണാധികാരത്തിലേക്ക് കയറിയ ഒരാളാണ്. ആ മതപൗരോഹിത്യത്തിൻ്റേതായിട്ടുള്ള അന്തർധാരകളാണ് ആ ഒരു രാഷ്ട്രീയത്തെ ഈ തരത്തിൽ ഇന്ത്യൻ മണ്ണിൽ ഉയർത്തിക്കൊണ്ട് വന്നത് നമ്മൾ മനസ്സിലാക്കണം. അത് ഇസ്ലാമികമായാലും ഇസ്ലാമിക രാജ്യങ്ങളിലുണ്ട്, ഇസ്ലാമിക രാജ്യമായാലും അത് ഇന്ത്യയെ പോലെയുള്ള ഒരു സെക്കുലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇതൊരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ, അതായത് ഹിന്ദു എന്ന് പറയുന്നത് തന്നെ ഒരു സ്ഥാപനീകരിക്കപ്പെട്ട മതമല്ല. എന്നിരുന്നാൽ പോലും ആ പൗരോഹിത്യം എന്ന് പറയുന്നത് മറ്റുള്ള മതങ്ങളിലെ പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാളും തന്നെ അവ്യവസ്ഥിതമായി തന്നെ പൊതുജീവിതത്തെ ആക്രമിച്ച് പരവശമാക്കിയിരുന്ന ഒരു സാഹചര്യത്തിൽ അതിനെതിരെ അതിശക്തമായൊരു കലാപം രൂപപ്പെടുത്തിയത്. അത് അവിടെ ഈശ്വരേന്ദ്ര വിദ്യാസാഗറും വിവേകാനന്ദനൊക്കെ കൊണ്ടുവന്നതുപോലെയുള്ള ഈ സാമൂഹ്യ പരിഷ്കരണം അല്ല. ഇത് അടിസ്ഥാനപരമായി ഡൊമസ്റ്റിക് കൊളോണിയലിസത്തിനെതിരെ. ഡൊമസ്റ്റിക് കൊളോണിയലിസം എന്ന് പറയുന്നത് ഈ മതപൗരോഹിത്യത്തിൻ്റെ ഈ വാഴ്ച, ഈ നാട്ടുരാജാക്കന്മാർ ഉപയോഗിച്ചിട്ടുള്ള മതപൗരോഹിത്യത്തിൻ്റെ സർവാധിപത്യം, അതാണ് പറഞ്ഞത്. ഇപ്പോൾ ബ്രാഹ്മണന് ഈ പറഞ്ഞില്ലേ നായർ കുടുംബങ്ങളിന്മേലുണ്ടായിരുന്ന ഒരു ആധിപത്യം, അന്നത്തെ ഉൽപ്പന്നം തന്നെ പറയുന്നത് പോലെ എനിക്ക് എൻ്റെ അച്ഛൻ ഈ രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴത്തേക്ക് അച്ഛ എന്ന് വിളിക്കാനായിട്ട് എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം എന്നെ കണ്ടതായിട്ട് ഗൗനിച്ചതേയില്ല, കണ്ടതായി അഭിനയിച്ചിട്ട് പോലുമില്ല ജീവിതത്തിൽ. അങ്ങനെയുള്ള കുട്ടികളെ ഈ രൂപപ്പെടുത്തുന്ന ഒരു പ്രത്യേക സവിശേഷമായ സാഹചര്യത്തിനെതിരെ നടന്ന, ആ വ്യവസ്ഥയ്ക്കെതിരെ നടന്ന ഒരു വലിയൊരു കലാപമുണ്ട്. ആ കലാപത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ഒരു നവോത്ഥാന വിപ്ലവം എന്ന് പറയുന്ന രാഷ്ട്രീയ വിപ്ലവമുണ്ട്. ആ രാഷ്ട്രീയ വിപ്ലവത്തിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് ഇവിടെ വരുന്ന നമ്മൾ ഈ വരുന്ന എല്ലാത്തരം ഡെവലപ്മെൻറ്റും ഈ എൻലൈറ്റൻമെൻറ്റ്, ഈ പ്രബുദ്ധത എന്ന് പറയുന്നതും എല്ലാം. പിന്നെ മറ്റുള്ള കാര്യങ്ങളിലുള്ള ഡെവലപ്മെൻറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തെക്കാളും ഡെവലപ്പ് ചെയ്ത് പോയിട്ടുള്ള ഒരുപാട് ഹൈവേകളും ഒരുപാട് ഫ്ലൈ ഓവറുകളും ഒരുപാട് വിമാനത്താവളങ്ങളും ഒരുപാട് തരത്തിലുള്ള വമ്പൻ കുതിച്ചാട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വേറെ സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ എണ്ണം പറഞ്ഞുകൊണ്ട് ഇതാണെന്ന് പറയാൻ ഒക്കില്ല. പിന്നെ ഇവർ ഉണ്ടാക്കുന്ന കുറേ ഇൻഡെക്സസ് ഉണ്ട്. ആ ഇൻഡെക്സസിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ വികസനം നമ്മൾ തീരുമാനിക്കുന്നത്. ഒരു മാർക്സിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞില്ലേ കേരളത്തിൻ്റെ വികസനം എന്തെന്ന് പരിശോധിക്കുമ്പോൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ഒരു ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ദി എക്കോണമി ഓഫ് ദി സ്റ്റേറ്റ്, ഹൗ ഫാർ വി ആർ ഫ്രീ ഇൻ അവർ എക്കോണമി. നമുക്കൊരു ഫ്രീ എക്കോണമി ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. നമുക്ക് നമ്മുടേതായ ഒരു എക്കോണമിയുടെ സ്പേസ് ഉണ്ടോ? ആ എക്കോണമിയുടെ സ്പേസ് ഇല്ലാത്ത ഒരു രാജ്യം, അതായത് ഈ 3,10,000 കോടി രൂപയുടെ രാജ്യത്ത് വികസനം ഉണ്ടായി എന്ന് പറയുന്നത് നട്ടഭ്രാന്താണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹയർ ഡെവലപ്മെൻറ്റ്, വാടകയ്ക്കെടുത്ത ഒരു ഡെവലപ്മെൻറ്റാണ്. അതിൻ്റെ പലിശ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ വാടകയുടെ പലിശ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് വാട്ട് ഈസ് ദി യൂസ് ഓഫ് ഇറ്റ്? അത് കേരളത്തിൻ്റെ ജനജീവിതത്തിന് എന്തുമാത്രം പ്രയോജനപ്പെടുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവിടുന്ന് പുറം രാജ്യങ്ങളിലേക്ക് നടക്കുന്ന മനുഷ്യക്കടത്ത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്ന ഇപ്പോൾ ഐ ടി മേഖലയിൽ വന്നിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയലായിട്ടുള്ള ഒരു കോണറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ കേരളത്തിൻ്റെ ഈ മേന്മയെന്ന് ഈ പൊങ്ങച്ചം മുഴുവൻ നിങ്ങൾ പറയുന്നത് ഇവിടെ നിന്ന് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു പോയ
ആൾക്കാർ കേരളത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യവസ്ഥയെ മുൻനിർത്തിയാണ് നിങ്ങൾ കേരളത്തിൻ്റെ ഈ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ ആളുകളിവിടെ ജീവിച്ചു പോകുന്നുണ്ട്. ജീവിച്ചു പോകുന്നതിന് കാരണം അതാണ്. അല്ലാതെ നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ സാമ്പത്തികാവസ്ഥയെ അസ്ഥിരപ്പെടുത്തി വട്ടപൂജ്യമായി കടവും ഈ പറഞ്ഞില്ലേ കണ്ണീരുമായിട്ട് നിൽക്കുന്ന ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് അവിടെ ഇതുണ്ടായി ഇവിടെ ഇതുണ്ടായി, നമ്മുടെ സ്കൂളുകളൊക്കെ ഹൈടെക്കാണ്, ഇവിടെ മറ്റേ ഇത്രയും IAS-കാരുണ്ടായി, ഇത്രയും ഡോക്ടർമാരുണ്ടായി, ഇത്രയും ഇതുണ്ടായി എന്നൊക്കെ പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. കാര്യം വെച്ചാൽ ദേ കൻ ഡു നത്തിങ്. ഇതെല്ലാം ഫ്യൂട്ടൈലാണ്. ഈ പറയുന്ന ഈ വികസനം എന്നുള്ളതെല്ലാം ഫ്യൂട്ടൈലാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായൊരു ഉദാഹരണമാണ്. അതായത് ഇഫ് കേരള ഹാസ് സം കൈൻഡ് ഓഫ് ഡിസ്റ്റിങ്ഷൻ, ഇറ്റ് വുഡ് ഹാവ് ബീൻ പ്രൂവ്ഡ് ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ദി സോ കോൾഡ് ഡിസീസ് കോവിഡ്. കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാളും മുന്നിലാണ് എന്നറിഞ്ഞിരുന്നുവെങ്കിൽ കേരളത്തിൻ്റെ ഈ തലച്ചോറിന്, കേരളത്തിന് സ്വായത്തമായിട്ടുള്ള ഈ തലച്ചോറിന് അവിടെ നിന്ന് WHO-യും ICMR-ഉം വിളിച്ചു പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട്, അതൊരു വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ്. 57-ലൊരു സർക്കാർ വരുമ്പോൾ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടായിരുന്നു. റിനൈസൻസ് വരുമ്പോൾ ഒരു വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിനൊരു പിന്തുടർച്ച ഉണ്ടായിരുന്നുവെങ്കിൽ വി വുഡ് ഹാവ് സോൾവ്ഡ് ദിസ് ദിസ് കോണൻട്രം ദാറ്റ് യു കോൾ കോവിഡ്. ഈ പറയുന്ന ഒരു അസംബന്ധം, ഈ ഒരു മായാവാദത്തെ തീർച്ചയായിട്ടും തിരസ്കരിക്കുവാനോ അല്ലെങ്കിൽ അതിന് എത്രമാത്രം ഉൾക്കൊള്ളാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു ശതമാനം ജനങ്ങളെ ബോധ്യപ്പെടുത്താനോ കേരളത്തിന് കഴിയുമായിരുന്നു. അത് കഴിയുമായിരുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കോവിഡിൻ്റെ കാര്യത്തിൽ നമ്മൾ നടത്തിയിരിക്കുന്ന കീഴടങ്ങൽ. അതൊരു ഗ്ലെയറിങ് എക്സാമ്പിളാണ്. അതുകൊണ്ട് ഈ വെറുതെ ഈ പത്രത്തിൻ്റെ പുറം നിറയ്ക്കാൻ വേണ്ടി ഈ വളരെ സ്കെയിലായിട്ട് പറഞ്ഞ് പഴകിയ ഈ പറഞ്ഞില്ലേ, ഈ ഒരു രാജ്യത്തിന് പറഞ്ഞില്ലേ അതിൻ്റെ എക്കണോമിസ്റ്റുകളും ഇപ്പോൾ പറഞ്ഞില്ലേ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ അതിനെ ഫോക്കസ്ഡായിട്ട് വരുന്ന ഒരു ഡെവലപ്മെൻറ്റിനെ പറ്റിയാണ്, ഷെയർ ഹോൾഡേഴ്സിൻ്റേതായിട്ടൊരു ലോകമാണ്, അതിൻ്റെ ഒരു എക്കോണമിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന കുറേ അധികം GDP-യുടെയും മറ്റതിൻ്റെ കുറേ അളവുകളും ഇൻഡെക്സുകളും ഉണ്ട്. ഈ ഇൻഡെക്സുകളെന്നൊക്കെ പറയുന്നത് നമ്മൾ ശരിക്ക് നമ്മുടെ ലൈഫിനെ ക്വാളിറ്റേറ്റീവായിട്ടും ക്വാണ്ടിറ്റേറ്റീവായിട്ടും മെഷർ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നത് ഭയങ്കരമായ ഫലിതമാണ്. അപ്പോൾ ഈ നീതി ആയോഗ് എന്നൊക്കെ പറയുന്നതിൻ്റെ പ്രയോഗങ്ങൾ എന്താണെന്നുള്ളത് ആദ്യം അത് മനസ്സിലാക്കാൻ കഴിയണം. അതൊന്നും കഴിയാതെ ഇറ്റ് ഈസ് നോട്ട് എ മാർക്സിസ്റ്റ് അപ്രോച്ച്. ഇതൊരു മാർക്സിസ്റ്റ് അപ്രോച്ച് അല്ല. ഇതിപ്പോൾ കെ സുരേന്ദ്രൻ എഴുതേണ്ടുന്ന ഒരു ലേഖനമാണ്. അത് പേര് മാറ്റി കെ സുരേന്ദ്രൻ എന്ന് കൊടുത്തു കഴിഞ്ഞാലും യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല. കെ സുരേന്ദ്രൻ ഇപ്പോൾ ഇവിടെ ഭരണത്തിലായിരുന്നെങ്കിൽ കെ സുരേന്ദ്രൻ ഇങ്ങനെ എഴുതുമായിരുന്നു. ഇപ്പോൾ മോദി ഇന്ത്യൻ ഭരണത്തെക്കുറിച്ച് എഴുതുമ്പോൾ മോദി ഇതുപോലെ തന്നെയാണ് എഴുതുന്നത്. മോദിയുടെ കാലത്തുണ്ടായ വളർച്ചയെപ്പറ്റി പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഇതിൻ്റെ ഓയിലിന് വില കൂടുമ്പോഴത്തേക്കും മുരളീധരൻ പറഞ്ഞ ന്യായങ്ങളുണ്ട്. അത് സ്റ്റേറ്റിന് കിട്ടുന്നൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതിൻ്റെ ഇത്ര ശതമാനം അയാൾ പറയാൻ ശ്രമിച്ചതാണ്. അതിന് സ്റ്റേറ്റിന് ഇത്ര അഡ്വാൻറ്റേജ് കിട്ടും. അത് പറഞ്ഞില്ല, പുറത്തുള്ള ക്രൂഡ് ഓയിലിൻ്റെ വില ഇതാണ്, ഇവിടെ കമ്പനികൾ ഈടാക്കുമ്പോഴത്തേക്ക് സെൻറ്ററിനത് കിട്ടും, സ്റ്റേറ്റിനത് കിട്ടും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് എന്തൊക്കെയോ അദ്ദേഹം അവ്യക്തമായിട്ട് ഈ പറഞ്ഞില്ലേ, ഈ ഫോക്നറുടെ സൗണ്ട് ആൻഡ് ഫ്യൂറിയിൽ ബെഞ്ചി എന്നും പറഞ്ഞ് ഒരു കഥാപാത്രമുണ്ട്. അപ്പോൾ ആ ബെഞ്ചി എന്ന് വെച്ചാൽ ഈസ് എൻ ഇഡിയറ്റ്. അങ്ങനെ ഒരു ജന്മം കൊണ്ട് ജനറ്റിക്കായിട്ടുള്ള ഒരു തകരാറാണ്. അപ്പോൾ അവൻ്റെ ഏറ്റവും വലിയ തകരാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയണമെന്നുണ്ട്, പക്ഷെ പറഞ്ഞ് വ്യക്തമാക്കാൻ കഴിയില്ല, എക്സ്പ്രഷനില്ല. അങ്ങനെയുള്ളൊരു മന്ത്രിയാണ് മുരളീധരൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഇത് പെട്രോളിനെ പറ്റി പറയുമ്പോഴത്തേക്ക് പെട്രോൾ നമ്മുടെ എക്കോണമി എങ്ങനെ ബാധിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഭാഗത്ത് വിലക്കയറ്റം ഉണ്ടാകുന്നുണ്ട്, സാമ്പത്തികമായിട്ട് അത് ഒരു വലിയ ദുരിതാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതേസമയം നമ്മുടെ സ്റ്റേറ്റ് ട്രഷറിയിലും മറ്റേ സെൻട്രൽ ട്രഷറിയിലും അത് വലിയ ഇടിവുണ്ടാക്കുന്നില്ല എന്ന് പറയുന്നത് ചരിതാർത്ഥജനകമായ ഒരു സൗന്ദര്യാത്മകത അതിനകത്തുണ്ട് എന്നാണ് മുരളീധരൻ പറയാൻ പോയത്. അപ്പോൾ ഇതിലൊന്നും വളരെ വ്യത്യാസപ്പെട്ടതല്ല രാമചന്ദ്രൻപിള്ള. അറിയാൻ വയ്യാത്ത കാര്യങ്ങളെപ്പറ്റി ഈ രാമചന്ദ്രൻപിള്ളയെ കൊണ്ട് എഴുതിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പറയുന്നത് പോലെ ഒരു എക്കോണമിയുടെ പറഞ്ഞില്ലേ, ഒരു രാജ്യത്തിൻ്റെ വികസനം എന്നുവെച്ചാൽ വികസനം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള വാക്കാണ്. അത് ശരിക്ക് കോയിൻ ചെയ്ത് അത് കറൻസിയിലാക്കിയത് പോലും നിയോ ക്യാപിറ്റലിസമാണ്. അതിനു മുമ്പ് നമ്മൾ പറയില്ലേ, ഇപ്പോൾ ജവഹർലാൽ നെഹ്റു ഒക്കെ അധികാരത്തിലിരിക്കുമ്പോഴത്തേക്ക് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരുന്നത്. പ്രോഗ്രഷൻ എന്നുള്ളിടത്ത് ഒരു പ്രോഗ്രസീവ് മുന്നോട്ടുള്ള പോക്ക് എന്നൊരർത്ഥമുണ്ട്. ഇപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സ്റ്റാറ്റിക്കായിട്ട് നിൽക്കുന്ന ഒരു ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ പരിസ്ഥിതിയെ മുൻനിർത്തിയാണ് ഇത് സസ്റ്റെയിൻ ചെയ്യപ്പെടുന്ന ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രഷനല്ല. ഡെവലപ്മെൻറ്റും പ്രോഗ്രഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ പ്രോഗ്രഷൻ അല്ലെങ്കിൽ പ്രോഗ്രസീവ് എന്ന് പറയുന്ന അപ്രോച്ച് ചരിത്രത്തിൽ നിന്ന് ലിഫ്റ്റ് ചെയ്ത് കളയുമ്പോഴാണ് ഈ ഡെവലപ്മെൻറ്റ് വരുന്നത്. ആ ഒരർത്ഥത്തിലുള്ള വികസനമാണ് ഇവിടെ നടക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് പ്രോഗ്രഷൻ. വൈ? ബിക്കോസ് വി ആർ എ ലെയിം എക്കോണമി ഓർ എ ഡെറ്റ് എക്കോണമി. നമ്മളൊരു ഡെഡ് എക്കോണമി ആയിരിക്കുമ്പോൾ നമുക്കിവിടെ പുരോഗതി ഉണ്ടായെന്ന് പറയരുത്. വേണമെങ്കിൽ നിങ്ങൾ വികസനം ഉണ്ടായെന്ന് പറഞ്ഞു. ഈ വികസനം എന്ന് പറയുന്നത് ഒരു ഉപരിവർഗ സാധ്യത മാത്രമാണെന്നും അല്ലാതെ അത് ഈ ഒരു ജനകീയമായ സാധ്യത അല്ലെന്നും, ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെയും കിറ്റും റേഷനും കൊടുത്ത് ഒതുക്കി നിർത്തിക്കൊണ്ട് വൻകിട മുതലാളിമാർക്ക് സമൂഹത്തിന് മേലെ ആധിപത്യം സ്ഥാപിക്കാനും അദ്ദേഹം തുറന്നു പറഞ്ഞതുപോലെ, നമ്മുടെ പ്രധാനമന്ത്രി തുറന്നു പറഞ്ഞതുപോലെ, ഈ പൊതുമേഖലാ സ്ഥലങ്ങളൊക്കെ സ്വകാര്യവൽക്കരിക്കുവാനും അങ്ങനെ രാജ്യം സ്വകാര്യവൽകൃതമായ ഒരു പ്രദേശമായി തീരുന്നതിനും ഉള്ള ഒരു നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഡെവലപ്മെൻ്റ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ നമുക്ക് പൊതുവായിട്ട് അവകാശപ്പെട്ട, ജനങ്ങൾക്ക് പൊതുവായി അവകാശപ്പെട്ട സ്ഥലം, സ്വകാര്യ സ്ഥാപനം, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണ്. ഇപ്പോൾ ഇന്നലെയും രാജീവ് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരിക. ഈ ഇൻവെസ്റ്റേഴ്സിനെ കൂട്ടത്തോടുകൂടി ഇങ്ങനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ഇവിടെ ഉണ്ടാവില്ല. നമ്മൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെയും പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിനെയും കേരളത്തിൽ കൂട്ടത്തോടെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വി ഡോണ്ട് ഹാവ് എ കേരള. നമ്മൾ പറഞ്ഞ ഇപ്പോൾ അന്യ സംസ്ഥാന തൊഴിലാളികൾ ചില പ്രദേശങ്ങളിൽ വലിയ വല്ലാത്തൊരു കുടിയേറ്റം നടത്തുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ സ്പേസ് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് ആ പ്രദേശത്തെ ആളുകൾക്കൊരു ഫീലിംഗ് ഉണ്ട്. അവർ വന്ന് മിങ്കിൾ ചെയ്യുമ്പോൾ. പക്ഷേ ദേ കം ഫോർ ദെയർ ലിവിങ്, ഫോർ എ ബെറ്റർ ലിവിങ് ആൻഡ് ദെയർ വെൽക്കം. അത് വേറൊരു കാര്യമാണ്. പക്ഷേ അത് അവർ വരുന്നത് പോലെയല്ല, തൊഴിലാളികൾ വരുന്നത് പോലെ അല്ല മുതലാളികൾ വരുന്നത്. അതായത് ഈ തൊഴിലാളികൾ ഇത്രയും കേരളത്തിലോട്ട് വരുന്നത് മറ്റുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുതലാളിത്തത്തിൻ്റെ വിജയവും ആ തൊഴിലാളികളുടെ ഒരു പരാജയവും കൊണ്ടാണ്. തൊഴിലെടുത്ത് ജീവിക്കാനാവാത്ത അവസ്ഥ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ് ആളുകൾ ഇങ്ങോട്ട് വരുന്നത്. നമ്മൾ ഇതിനേക്കാളും ബെറ്ററായിട്ടുള്ളൊരു ഫ്യൂച്ചർ, ഈ അന്യസംസ്ഥാന തൊഴിലാളികളെക്കാളും ബെറ്ററായിട്ടുള്ള ഒരു ഫ്യൂച്ചർ തേടി പുറത്തോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വൈ ദർ ഇസ് എ ഫ്ലോ ഓഫ്, ഈ പറഞ്ഞതുപോലെ മറ്റുള്ള സ്റ്റേറ്റ്സിൽ നിന്ന് തൊഴിലാളികളുടെ ഒരു ഫ്ലോ എന്തുകൊണ്ട് ഇങ്ങോട്ടുണ്ടാകുന്നു, ഇവിടെ നിന്ന് എന്തുകൊണ്ട് ഇപ്പോഴും സമൃദ്ധമായിട്ട് നമ്മുടെ ആൾക്കാർ ഈ അന്യസംസ്ഥാനങ്ങളിൽ പണിയെടുക്കുന്ന മലയാളികളുടെ കണക്കുകളൊന്നും എടുത്ത് നോക്ക്. അന്യസംസ്ഥാന തൊഴിലാളികളിലൂടെ വരുന്നെന്ന് പറയുമ്പോൾ അന്യസംസ്ഥാനങ്ങളിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ ബാംഗ്ലൂർ എന്ന് പറയുന്ന ഒരു സിറ്റിയിലോട്ട് മാത്രം പോയാൽ അവിടെ എത്രത്തോളം മലയാളികളുണ്ട്. നിങ്ങൾ തമിഴ്നാട്ടിലോട്ട് പോകും, എത്ര മലയാളികളുണ്ട്. അപ്പോൾ അന്യസംസ്ഥാനങ്ങളിൽ എവിടെയാണ്, ഏത് സംസ്ഥാനത്താണ് മലയാളികളില്ലാത്തത്? അപ്പോൾ മലയാളികൾ അന്യസംസ്ഥാനങ്ങളെ ഉപജീവിക്കുന്നു, അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ ഉപജീവിക്കുന്നു. ആ അന്യസംസ്ഥാന തൊഴിലാളികളുടെ നിലവാരവും നമ്മൾ അന്യസംസ്ഥാനങ്ങളിൽ പോയി ജീവിച്ച് അവർ ഇവിടത്തെക്കാൾ ഒരു ബെറ്റർ ഒരു വേജസിൻ്റെ മേഖലകളിൽ എത്തിപ്പിടിക്കുകയാണ്. അവിടുത്തെ തൊഴിലാളികൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത വേജസിൻ്റെ മേഖലകളിൽ അവർ എത്തിപ്പിടിച്ച് അങ്ങനെയാണ് അവർ കേരളത്തെ നിലനിർത്തുന്നത്. കേരളത്തിൻ്റെ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് അതാണ്. കേരളത്തിലെ തൊഴിലാളികൾ പുറം രാജ്യങ്ങളിൽ പോയി തൊഴിലെടുത്ത്, അത് ഡോക്ടറായാലും അവിടെ ചെല്ലുമ്പോൾ തൊഴിലാളി തന്നെയാണ്, എൻജിനീയർ ആയാലും അവിടെ ചെല്ലുമ്പോൾ തൊഴിലാളി തന്നെയാണ്. മറ്റേ സ്ഥാപനത്തിൻ്റെ CEO ആണ്, അല്ലെങ്കിൽ ഒരു അമേരിക്കൻ സെനറ്റിൽ വന്നു, അല്ലെങ്കിൽ അമേരിക്കൻ വൈസ് പ്രസിഡൻ്റായ ഒരാൾ എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ അമേരിക്കയിൽ നമ്മൾ തൊഴിലെടുത്ത് 33-40% ടാക്സ് കൊടുത്താണ് അവിടെ നമ്മൾ തൊഴിലെടുക്കുന്നത്. അപ്പോൾ അന്യ രാജ്യങ്ങളിലും അന്യ സംസ്ഥാനങ്ങളിലും പോയി തൊഴിലെടുത്ത് നമ്മൾ കേരളത്തെ നിലനിർത്തുന്നത്, അല്ലാതെ ഇവിടെ വേറെ എന്തെങ്കിലും ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഇത്രയും കടമെടുത്ത് പാലവും തോടും ഉണ്ടാക്കിയതുകൊണ്ടല്ല ഇവിടെ ഡെവലപ്മെൻ്റ് ഉണ്ടാക്കിയത്. ഇത്തരം അസംബന്ധങ്ങൾ എഴുതി വിടുമ്പോഴത്തേക്ക് ഇത് ഒരു കോംപ്രിഹെൻസീവായിട്ട് നമ്മളിപ്പോൾ ഈ പറഞ്ഞില്ലേ, ഇവിടുത്തെ ഈ ബ്യൂറോ ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ആ ഒരു കണക്കെടുത്ത് വെച്ച് നോക്കിയിട്ട് അതിൻ്റെ കുറേ ഇൻഡെക്സ് വെച്ചിട്ട് ജീവിതത്തെ മെഷർ ചെയ്യാൻ ശ്രമിക്കരുത്. അതിൽ ചരിത്രം പ്രധാനമാണ്, അതിൽ ഒരു സംസ്ഥാനത്തിൻ്റെ പോപ്പുലേഷൻ്റെ സവിശേഷതകൾ പ്രധാനമാണ്, അവരുടെ സാംസ്കാരികമായ സാഹചര്യം പ്രധാനമാണ്, അവരെടുക്കുന്ന തൊഴിലിടങ്ങൾ പ്രധാനമാണ്, എവിടെയൊക്കെ അവർ തൊഴിൽ എടുക്കുന്നുണ്ട് എന്നുള്ളത് പ്രധാനമാണ്, അവരെങ്ങനെയാണ്
അവരുടെ സംസ്ഥാനത്തെ നിലനിർത്തുന്നത്, ജനജീവിതത്തെ നിലനിർത്തുന്നത് എന്നുള്ളത് പ്രധാനമാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ കൊണ്ടുവന്നൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റില്ല. പിന്നെ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത് കേരള ഗവൺമെൻറ്റാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത്. സ്ഥലം നമ്മുടേതാണ്, അത് നമ്മൾ പണയപ്പെടുത്തിയിരിക്കുകയാണ്. ഈ പണയപ്പണം തിരികെ കൊടുക്കാതിരുന്ന കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ രാജ്യം വിൽക്കേണ്ടി വരും. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. അത് മഹാഭാരതം മുതൽ പറയുന്ന കാര്യം. അത് ചൂത് കളിച്ചാണ്, നമ്മളും ചൂത് കളിച്ച് തന്നെയാണ് പടയിൽ തോറ്റ് പറഞ്ഞില്ലേ, ജനകീയാസൂത്രണം എന്ന് പറയുന്ന ചൂതുകളിയിൽ നമ്മൾ ഏർപ്പെട്ട്, അല്ലെങ്കിൽ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന ചൂതുകളിയുടെ കാലഘട്ടം മുതൽ ഇതുവരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ വന്ന സാമൂഹികവും നാഗരികവുമായ ഒരു തകർച്ച നമ്മൾ കണക്കാക്കണം. ഇൻ ടോട്ടോ ഇത് കാണണം. കേരളത്തിൽ അതെങ്ങനെ ബാധിച്ചു എന്നുള്ളതിനെ പറ്റി മനസ്സിലാക്കണം. ഇതൊന്നും ഇല്ലാതെ വളരെ ബ്ലണ്ടായിട്ട് ഈ ന്യൂസ് പേപ്പർ വഷളാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ലേഖനങ്ങൾ എഴുതാറുണ്ട്. ദേശാഭിമാനിയുടെ കാര്യമായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഈ രാമേന്ദ്രൻ പിള്ള എന്നൊക്കെ പറയുന്നത് ഒരു വലിയൊരു ധർമ്മസങ്കടമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അദ്ദേഹം എഴുതാതിരിക്കുന്നതാണ് നല്ലത്. അതായത് എനിക്കൊരു അനുഭവമുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് പണ്ട് 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ വഞ്ചിച്ചു എന്നും പറഞ്ഞ് ഇങ്ങനെ വാദോരാതെ പറഞ്ഞുകൊണ്ട് നടപ്പുണ്ട്. ആ പയ്യനത് ഇന്ത്യ മീൻസ് ഫ്രീഡത്തിൽ മൗലാന ആസാദ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് പറഞ്ഞിട്ട് നെഹ്റു ഉൾപ്പെടെയുള്ള സോഷ്യലിസ്റ്റുകളും ഈ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും അന്ന് പൊതുവായൊരു നിലപാടാണ് സ്വീകരിച്ചിരുന്നതെന്നും അതിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു നിലപാടില്ലായിരുന്നെന്നും അവർ ഈ യുദ്ധം വന്നപ്പോഴത്തേക്ക് അവരുടേതായ ഒരു കാരണം പറഞ്ഞു, കമ്മ്യൂണിസ്റ്റുകാരുടേതായ കാരണം പറഞ്ഞു, സാമ്രാജ്യത്വ വിരുദ്ധ യുദ്ധം. ഇപ്പോൾ കോൺഗ്രസ്സുകാർ അത് പറയാതെ തന്നെ they were pro-British and they promised that they would join British forces, അല്ലെങ്കിൽ they would be supportive to British forces. എന്താണ്? on condition, അതായത് ആഫ്റ്റർ വാർ ഫ്രീഡം ഷുഡ് ബി പ്രോമിസ്ഡ്. ഇതായിരുന്നു അന്നത്തെ നിലപാട്, കോൺഗ്രസിൻ്റെ നിലപാട്. അത് ഈ ക്വിറ്റ് ഇന്ത്യയുടെ തലേ ദിവസം വരെ മഹാത്മാഗാന്ധി മറ്റ് നിശബ്ദ സമരവുമായിട്ടും മൗനവുമായിട്ടും ഒക്കെ ഇരുന്നു. ജപ്പാൻകാർ ഇന്ത്യയിലേക്ക് ഇരച്ചു കയറുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാവി എന്താകും? ജപ്പാനാണ് ഇവിടെ വരുന്നതെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാവി എന്താകുമെന്ന് ആലോചിച്ച ബുദ്ധിമാനായിട്ടുള്ള അദ്ദേഹം ഒരു സമർസാൾട്ട് നടത്തി. അതിനാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അത് വളരെ ക്ലിയറാണ്. അത് അദ്ദേഹം വളരെ ക്ലിയറായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഒരു ആർട്ടിക്കിൾ എഴുതി ചിന്തയ്ക്ക് കൊടുത്തപ്പോഴത്തേക്ക് ഇദ്ദേഹമാണ് നോക്കുന്നത്. ഇദ്ദേഹത്തിന് ഇത് വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഇതെല്ലാം നമ്മൾ നേരത്തെ പാർട്ടി തീരുമാനമെടുത്തു കഴിഞ്ഞു, കൈപോക്കി തീരുമാനമെടുത്തു കഴിഞ്ഞ കാര്യം. നമ്മൾ ചരിത്രത്തെ എക്സ്പ്ലോർ ചെയ്യുകയല്ല. അതായത് നമ്മൾ ഈ പറഞ്ഞ ചില കാര്യങ്ങൾ കൺസീഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അനാവശ്യമായിട്ട് കൺസീഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എസ്.എ. ഡാങ്കയുടെ റോൾ എന്തായിരുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ റോൾ എന്തായിരുന്നു എന്നുള്ളത് വ്യത്യസ്തമാണ്. എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും ഒരുപോലെ ആയിരുന്നില്ല. മുസാഫർ അഹമ്മദ് എന്തായിരുന്നു, എസ്.എ. ഡാങ്ക എന്തായിരുന്നു എന്നുള്ളതിൻ്റെ വ്യത്യാസമുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ ആരെങ്കിലും എന്തെങ്കിലും കൺസീഡ് ചെയ്ത് കൊടുത്തുകൊണ്ട്, ലീഡർഷിപ്പിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും കൺസീഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് അതാണ് ശരി. നമ്മളപ്പോൾ അങ്ങനെ ഒന്നും ഈ ഒരു പറഞ്ഞതുപോലെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വിശേഷിച്ച് ക്വിറ്റ് ഇന്ത്യയിൽ യാതൊരു ബിട്രയലും നടത്തിയിട്ടില്ല. ബിട്രയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഗാന്ധിജിയുടെ ഈ മലക്കം മറിച്ചിലിൻ്റെ രഹസ്യം എന്താണെന്ന് എനിക്ക് ഇന്നും അറിഞ്ഞുകൂടാ, ഞാൻ അമ്പരന്ന് നിൽക്കുകയാണ് എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അമ്പരക്കുന്ന പോലെ ബാക്കിയുള്ളവരെല്ലാം അമ്പരക്കണമെന്നും ഗാന്ധിജി മലക്കം മറിയുന്നത് പോലെ എല്ലാവരും മലക്കം മറിയണമെന്നും ഒന്നും പറയാൻ പറ്റില്ല. ഇത് പറഞ്ഞിട്ട് പോലും മനസ്സിലാകാത്ത ഒരു ബുദ്ധിശ്രേഷ്ഠനാണ് ഈ കമ്മ്യൂണിസത്തെ പറ്റി അല്ലെങ്കിൽ ഈ വികസനത്തെ പറ്റി ലേഖനം എഴുതുന്നത്. അദ്ദേഹം എക്കണോമിസ്റ്റാണ്, അദ്ദേഹം പൊളിറ്റീഷ്യനാണ്. അദ്ദേഹം എന്ന് പറയുന്നത് ഒരു കരയോഗം ഫ്രെയിമാണ്, കരയോഗം ഫ്രെയിം ഓഫ് മൈൻഡ്. യഥാർത്ഥത്തിൽ സുകുമാരൻ നായരെക്കാളും കുറെ കൂടെ നല്ല തരത്തിൽ ഡിപ്ലോമാറ്റിക്കായിട്ട് ഈ പാർട്ടിയായിട്ടൊക്കെ ചേർന്ന് കാര്യങ്ങൾ ചെയ്യാൻ ശേഷിയുള്ള ഒരു കരയോഗ സെക്രട്ടറി ആകാൻ വേണ്ട യോഗ്യതയുള്ള ഒരാളാണ് അദ്ദേഹം. അതൊക്കെ ഞാനൊന്നും പറയുന്നില്ല. ഇത് പറഞ്ഞില്ല, ഒരു പാർട്ടിയുടെ അപജയത്തിൻ്റെ ഏറ്റവും വലിയ ഒരു രേഖയായിട്ട് ഇത്തരം ലേഖനങ്ങൾ വാഴ്ത്തപ്പെടും. പിന്നെ രണ്ടാമത്, നമ്മുടെ ഗവർണർക്ക് ഈ സ്ത്രീധന നിരോധനത്തെ പറ്റി പറയുമ്പോൾ എന്താണ് വിളിച്ചു പറയുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൂടി അദ്ദേഹം ആലോചിക്കണം. ഈ ബിരുദം എന്ന് പറയുന്നതും വിദ്യാഭ്യാസം എന്ന് പറയുന്നതും ഈ കല്യാണം കഴിക്കുമെന്നും കുട്ടികളുണ്ടാകുമെന്നും സ്ത്രീധനം വാങ്ങുമെന്നും വിചാരിച്ചല്ല കുട്ടികൾ ഈ പറഞ്ഞില്ലേ ഈ 15ാമത്തെ വയസ്സിൽ SSLC പാസ്സാവും, 17ാമത്തെ വയസ്സിൽ
+2 പാസ്സാവും. 18 വയസ്സായ ഒരു പൗരനാണ്. നിങ്ങൾ പറയുന്നത് പോലെ മേജർ തന്നെയാണ്. അവൻ അവിടെ എന്ത് പഠിക്കണമെന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് ഞാൻ കല്യാണം കഴിക്കുമോ, കല്യാണം കഴിക്കുമ്പോൾ കുട്ടികളുണ്ടാകുമോ, ഞാൻ ഭാര്യയുടെ വീട്ടിൽ താമസിക്കുമോ, എൻ്റെ വീട്ടിൽ താമസിക്കുമോ, അതോ ഞാൻ സംബന്ധമായിരിക്കുമോ, അതോ എനിക്ക് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുമോ, അതൊക്കെ ഉണ്ട് ഇതിനകത്ത്. എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ എൻ്റെ കോൺകുബേനെ എൻ്റെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതിനെ പറ്റിയൊക്കെ ഒരു പ്രതിജ്ഞ എഴുതി കൊടുക്കണം. അല്ലെങ്കിൽ സ്ത്രീധനം വാങ്ങുക എന്ന് പറയുന്നത് അപ്പോഴൊന്നും നമ്മുടെ ഓർബിറ്റിൽ വരുന്ന പ്രശ്നമേ അല്ല. കല്യാണം എന്ന് പറയുന്നത് അപ്പോഴും ഈ ബിരുദം കിട്ടുന്നതിനുള്ള ഒരു ഉപാധിയല്ല കല്യാണം എന്ന് പറയുന്നത്. ബിരുദം എന്ന് പറയുന്നത് വേറെ, വിവാഹം എന്ന് പറയുന്നത് വേറെ, കുടുംബജീവിതം എന്ന് പറയുന്നത് വേറെ. വിദ്യാഭ്യാസം ഉണ്ട്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുടുംബത്തിന് പുറത്ത് നിൽക്കുന്ന മറ്റൊരു കൂട്ടായ്മയുടെ കേന്ദ്രമാണ്. നമ്മുടെ ഈ മെച്ചുറേഷൻ ഓഫ് ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്നൊരു പ്രക്രിയയുണ്ട്. ആ മെച്ചുറേഷൻ ഓഫ് ഹ്യൂമൻ മൈൻഡിൽ കുടുംബത്തെക്കാളേറെ മനുഷ്യനെ സ്വാധീനിക്കുന്ന ഒരു പ്രക്രിയയാണ് വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസം നേരെ അത് കച്ചവടവൽക്കരിക്കണം. ഈ ഗവർണർ ആദ്യം പറയേണ്ടത് വിദ്യാഭ്യാസ കച്ചവടവൽക്കരണം നിർത്തലാക്കണം. വിദ്യാഭ്യാസ കച്ചവടവൽക്കരണം നിർത്തലാക്കിയാൽ പിന്നെ ബിരുദധാരി ഇങ്ങനൊരു പ്രതിജ്ഞ എടുക്കേണ്ടി വരില്ല. ഈ കച്ചവടവൽക്കരണം, അതായത് വിദ്യാഭ്യാസ രംഗം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലായത് ദർ ഇസ് എ മെച്ചുറേഷൻ, ഒരു മെച്ചുറേഷൻ പ്രോസസ്സാണ്. അതായത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു മെച്ചുറേഷൻ്റെ ഒരു സീനായിട്ടാണ്, ഒരു അവസ്ഥയായിട്ടാണ് നമ്മൾ വിദ്യാഭ്യാസത്തെ കാണുന്നത്. ആ വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു മെച്ചുറേഷൻ പീരീഡാണ് ഒരു ബിരുദ വിദ്യാഭ്യാസത്തിൻ്റെ അല്ലെങ്കിൽ തുടർന്നുള്ള വിദ്യാഭ്യാസത്തിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. അവിടെ മുഴുവനും കച്ചവടവും കള്ളക്കച്ചവടവുമാണ് നടക്കുന്നതെങ്കിൽ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് കുടുംബത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു വിദ്യാർത്ഥി അവൻ സ്ത്രീധനം വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ ചെയ്യുന്നതിന് ആരാണ് ഉത്തരവാദി? ദിസ് കമേഴ്ഷ്യലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, ആൻഡ് ഹീ ഷുഡ് ഫൈറ്റ് അഗൻസ്റ്റ് ദി കമേഴ്ഷ്യലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് നോട്ട് അഗൻസ്റ്റ് ഈ പറഞ്ഞ പോലെ ഡൗറി എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ പറഞ്ഞ ഒരു സൈഡ് ഇഫക്റ്റ് മാത്രമാണ്, ഒരു ഇൽ ഇഫക്റ്റ് മാത്രമാണ്. കമേഴ്ഷ്യലൈസേഷൻ അദ്ദേഹം പറയുന്ന പോലെ ഇതിന് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധമുണ്ട്. അത് ഇൻഡിവിജ്വലായിട്ട് ഒരാൾ കൊടുക്കുന്ന പ്ലഡ്ജുമായിട്ടോ അയാളുടെ ബിരുദത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുമായിട്ട് ബന്ധപ്പെടുന്നതല്ല. നേരെ മറിച്ച് ഒരു വ്യവസ്ഥ അത് കമേഴ്ഷ്യലൈസ് ചെയ്യപ്പെട്ടു പോകുമ്പോൾ, സമ്പൂർണ്ണമായിട്ടും കമേഴ്ഷ്യലൈസ്, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നിങ്ങളുടെ ഒരു മകനെ 1.25 കോടി രൂപ കൊടുത്ത് ചൈനയിൽ അയച്ച് വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ച് ഒരു ബിരുദം എടുത്ത് ഇവിടെ കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് ആശാസ്യമായൊരവസ്ഥയാണോ എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മളിവിടെ തന്നെ പറഞ്ഞില്ലേ, മെഡിക്കൽ എഡ്യൂക്കേഷന് 50% സീറ്റ്സ് എന്ന് പറയുന്നത് 50 ലക്ഷം രൂപയ്ക്കാണ് വിൽക്കുന്നത് സെൽഫ് ഫൈനാൻസിങ് കോളേജിൽ. ആ വിൽപ്പന ശരിയാണ് എന്നുണ്ടെങ്കിൽ ആ വിൽപ്പനയാണ് ഈ തരത്തിൽ ഈ സ്ത്രീധനം പണ്ട് മുതലേ ഉണ്ടായിരുന്നു. പക്ഷേ ഇറ്റ് വാസ് ഫോർ റാദർ ഹാംലെസ്. അങ്ങനെയല്ല, ഈ രണ്ട് വീട്ടുകാർ തമ്മിലുള്ള ചെറിയ തരത്തിലുള്ള രസക്കേടുകളും വിലപേശലുകളുമാണ്. അല്ലാതെ ഇപ്പോൾ സംബന്ധത്തിൻ്റെ കാലഘട്ടത്തിൽ പറഞ്ഞില്ലേ, മാട്രിയാർക്കിയായിരുന്നല്ലേ. ദി പവർ ഓർ ദി എക്കോണമി എന്ന് പറയുന്നത് വാസ് ഇൻ ഫേവർ ഓഫ് വിമൻ. അതാണ് ഈ സംബന്ധത്തിൻ്റെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നത്. മാട്രിയാർക്കൽ പവർ അവിടെ ഉണ്ടായിരുന്നു, എക്കോണമിയുടെ പവർ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവിടെ സ്ത്രീ സ്വതന്ത്രമായിരുന്നു അല്ലല്ലോ. അവിടെയും സ്ത്രീ നെഗ്ലക്റ്റഡ് ആയിരുന്നു. നെഗ്ലക്റ്റഡ് അല്ലെങ്കിൽ ഇൻസൾട്ടഡ് ആയിരുന്നു. വെച്ചാൽ ഒരു നമ്പൂരി സംബന്ധത്തിനായിട്ടൊരു വീട്ടിൽ ചെന്ന് കയറുമ്പോഴത്തേക്ക് ദി വുമൺ ഈസ് ഇൻസൾട്ടഡ് ബട്ട് ഷീ ഡിഡ് നോട്ട് ഫീൽ സോ. അതൊരു അഭിമാനമായി കരുതിയിരുന്ന, നമ്പൂതിരി സംബന്ധമുള്ള ഒരു തറവാട് എന്ന് പറയുന്ന അഭിമാനമായി കരുതിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുപോലെ എൻ്റെ മകൻ 50,000 രൂപ അല്ലെങ്കിൽ 50 ലക്ഷം രൂപ കൊടുത്താണ് MBBS പാസ്സാകുന്നത് എന്ന് പറയുന്നത് അഭിമാനകരമായി കരുതുന്ന ഒരു സമൂഹം ഇപ്പോഴുണ്ട്. ഇത് തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഇതിൽ പറഞ്ഞില്ലേ, ഈ എക്സ്ചേഞ്ച് ഓഫ് ഈ വിമൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നേരത്തെ ഈയിടെ ലെവി സ്ട്രോസിൻ്റെ ഒരു തിയറിയുണ്ട്. അതായത് ഗോത്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിന് ഈ സ്ത്രീകളെ എക്സ്ചേഞ്ച് ചെയ്യുന്നൊരു സമ്പ്രദായമായിട്ടാണ് മാരേജ് വരുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തിയറി കറക്റ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ പറഞ്ഞില്ലേ, എവിടെയാണ് നിങ്ങളുടെ മകളെ അയച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാഴ്സലായിട്ടാണ് സ്ത്രീ അയച്ചത് എന്ന് പറയുന്നൊരു പ്രയോഗത്തിൽ തന്നെ അവൾ അങ്ങോട്ട് പോവുകയാണ്, വേറൊരിടത്തേക്ക് പോവുകയാണ്. പോകുമ്പോഴത്തേക്ക് എന്തെല്ലാം കൊടുത്തയക്കണം, ഒരു കാളവണ്ടിയെങ്കിലും കൊടുത്തയക്കണ്ടേ എന്ന് പണ്ടത്തെ ആൾക്കാർ ചിന്തിച്ചിരുന്നു. അത് ഏറ്റവും വൾഗറൈസ് ചെയ്യപ്പെട്ട് അത് ഏറ്റവും മനുഷ്യദ്രോഹപരമായിട്ടുള്ള മാനുഷികമായ എല്ലാ മൂല്യങ്ങളെയും ട്രാമ്പിൾ ചെയ്യുന്നൊരവസ്ഥയിലെത്തുന്നത് ഈ കമേഴ്ഷ്യലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ. പക്ഷേ എഡ്യൂക്കേഷൻ പറയുന്നത് വെച്ചാൽ ഒരു മെച്ചുറേഷൻ്റെ പ്രധാനപ്പെട്ട ഘട്ടമാണ്. നമുക്കൊരു കുടുംബത്തിൽ നിന്ന് കിട്ടുന്നതിൽ നിന്ന്
വ്യത്യസ്തമായി ഈ ലോകത്ത് നമ്മൾ അറിയുന്ന ഒരു മെച്ചുറേഷൻ്റെ അവസ്ഥയാണ്. അതൊരു പാഠപുസ്തകമല്ല വിദ്യാഭ്യാസം. നിങ്ങളൊരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയാലും എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആയാലും നിങ്ങളൊരു പാഠപുസ്തകമല്ല. ഇറ്റ് ഈസ് എ പീരീഡ് ഓഫ് മെച്ചുറേഷൻ where you have an awareness about the world you live. അതിനെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ മുഴുവനും നിങ്ങൾ ഈ പറഞ്ഞ 50 ലക്ഷത്തിൻ്റെ ഭാരവും ഋണഭാരവും തലയിൽ ചുമന്നുകൊണ്ടാണ് പഠിക്കുന്നതെങ്കിൽ അവനൊരിക്കലും ആ തരത്തിൽ അതിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞതിന് ശേഷം അവൻ ഇപ്പോൾ ഒരു വെഹിക്കിൾ ഇൻസ്പെക്ടർ ആകുന്നതിന് ഒരു പക്ഷേ PSC അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൈക്കൂലി കൊടുത്ത് ഇങ്ങനെയെങ്കിലും ആയിരിക്കും അവൻ കടന്നു കൂടിയിട്ടുള്ളത്. അല്ലെങ്കിൽ അവൻ്റെ ഓഫീസിലെ ആളുകൾ മുഴുവൻ കൈക്കൂലി വാങ്ങുന്നവരായിരിക്കും. അങ്ങനെ വരുമ്പോൾ അവൻ വിചാരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണിൻ്റെ ഒന്നും കൈക്കൂലി വാങ്ങാമെന്ന് വിചാരിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ മണി ട്രാൻസാക്ഷൻസിൽ വരുന്ന ഒരു വലിയ കുതിച്ചുകയറ്റമുണ്ട്. അവിഹിതമായിട്ട് വരുന്ന മണി ട്രാൻസാക്ഷനിൽ വരുന്ന ഒരു വലിയ കുതിച്ചുകയറ്റമുണ്ട്. അത് നമ്മുടെ വിവാഹ ബന്ധങ്ങളെ ഭയങ്കരമായിട്ട് റൂയിൻ ചെയ്യുന്നുണ്ട്. അത് ഈ ഡീസെൻട്രലൈസേഷന് ശേഷം വരുന്ന ഒരു എക്കോണമിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് പുരുഷന്മാർ വളരെ ക്രൂവലായിട്ട് തീരുന്നത് എന്നുള്ള ചോദ്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുരുഷന്മാർ ഈ തരത്തിൽ ഈ ഒരു എക്കോണമിയുടെ ഉപകരണമായിട്ട് മാറുന്നു എന്നുള്ളത് കൊണ്ടാണ്. ആൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ദിസ് ഡെട്രിമെൻ്റൽ എക്കോണമി വെയർ ഹ്യൂമൻ വാല്യൂസ് ആർ റെഡ്യൂസ്ഡ് ടു മണി റിലേഷൻസ്. അത് മാർക്സിൻ്റെ പ്രയോഗമാണ്. ഹ്യൂമൻ റിലേഷൻസ് ആർ റെഡ്യൂസ്ഡ് ടു മണി റിലേഷൻസ്. അദ്ദേഹം ഈ പറയുന്ന എല്ലാം ഈ സാമ്പത്തികമായ കുഴൽ കണ്ണാടി കൂടി കണ്ടെന്ന് പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ പ്രയോഗം നമ്മൾ ശ്രദ്ധിക്കണം. ഹ്യൂമൻ വാല്യൂസ് ആർ റെഡ്യൂസ്ഡ് ടു മണി റിലേഷൻസ്. അതാണ് ഈ സ്ത്രീധന സമ്പ്രദായത്തിൽ സംഭവിക്കുന്നത്. മാനുഷിക ബന്ധങ്ങൾ സാമ്പത്തിക ബന്ധങ്ങളായി ചുരുക്കപ്പെടുകയും വക്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അത് സംഭവിക്കുന്നത്. അതിന് കാരണം എന്താണ്? ദി സിസ്റ്റം ഓഫ് എക്കോണമി. ആ എക്കോണമിയിൽ വന്നിരിക്കുന്ന ഒരു വലിയൊരു മാറ്റം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതായത് കോഴയുടെ അളവിൽ വന്നിരിക്കുന്ന വർധന, അതാണ് നമ്മൾ നോക്കേണ്ടത്. പണ്ട് എന്തോ വാങ്ങിയതിനെ കണ്ടെടുത്ത് പിള്ളയുടെ കൈവെട്ടി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ശിവായി 2 രൂപ കൈക്കൂലി വാങ്ങുമെന്ന് പറയുമ്പോൾ അതൊരു വലിയ അഴിമതിയായിട്ട് നമ്മൾ കരുതിയിരുന്നു. ഇപ്പോൾ അഴിമതി എന്ന് പറയുന്നത് അല്ലെ കൺസൾട്ടൻസി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എത്ര കോടികൾ വേണമെങ്കിലും മറിക്കാം. അപ്പോൾ ആ തരത്തിൽ ഈ എക്കോണമിയിൽ വരുന്ന അവ്യവസ്ഥിതമായിട്ട് വരുന്ന, അതായത് നമ്മൾ ഒരു ലീഗൽ സാങ്ക്ടിറ്റി ഇല്ലാത്ത ഏത് തരത്തിലുള്ള പണമിടപാടുകളും അതിനെ മറികടക്കുന്ന ഏതുതരം പണമിടപാടുകളും നമ്മുടെ ജീവിതത്തെ, നമ്മുടെ മാനുഷിക ബന്ധങ്ങളെ ബാധിക്കും. അവിടെ ഒരാളൊരു ക്രിമിനലായിട്ട് മാറും. അത് ഇറ്റ് മേ ബി എ മെയിൽ ഓർ എ ഫീമെയിൽ. ഇപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ചെറുക്കം മാത്രമല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇപ്പോൾ റേഷൻ കാർഡ് നമ്മൾ കൊടുക്കുന്നത് അവിടുത്തെ വീട്ടിലെ ഗൃഹനാഥയുടെ പേരിലാണ്. അപ്പോൾ ആരാണ് ഈ പറയില്ല, ഈ വരൻ്റെ വീട് എന്ന് പറയുന്നതിൻ്റെ നാഥ ആരാണ്? അയാളല്ല. അയാളുടെ വീടൊരു തടവറയാണെങ്കിൽ ആ തടവറയുടെ മാനേജർ ആരാണ്? ആ റേഷൻ കാർഡിൻ്റെ ഉടമയാണ്. അതൊരു സ്ത്രീയാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലായി. ഇത് ആണും പെണ്ണും തമ്മിലുള്ള വൈരുദ്ധ്യമൊന്നുമല്ല. ഇത് നമ്മുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ വരുന്ന മാറ്റവും അതിൽ വരുന്ന അതിക്രമങ്ങൾ. ഈ ക്രയവിക്രയങ്ങൾക്കൊരു ക്രമം ഉണ്ടാകണം. ക്രമം ഉണ്ടായാലും ഒരു ഓർഡർ ഉണ്ടായാലേ നമുക്കൊരു സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതിൽ നമ്മൾ അനിയന്ത്രിതമായ അതിക്രമങ്ങൾ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. ഇയാൾ ഗവർണർ ചെയ്ത നല്ല കാര്യം തന്നെയാണ്. അദ്ദേഹം ഇങ്ങനെ സ്ത്രീധനം എന്ന് പറയുമ്പോൾ, സ്ത്രീധനം എന്നുള്ളത് ഇതിൻ്റെ ഒരു പറഞ്ഞില്ലേ, ഇതിൽ നിന്ന് ഉൽപ്പന്നമാകുന്ന ഒരു അത്യാഹിതം മാത്രമാണ്. ആ അത്യാഹിതത്തിനെതിരെയല്ല, അതിൻ്റെ കാരണത്തിനെതിരെയാണ്. ആ കമേഴ്ഷ്യലൈസേഷനും ആ കറപ്ഷനും എതിരായിട്ടാണ് യഥാർത്ഥത്തിൽ സമരം വേണ്ടത്. ഇത് ശരിക്ക് ഈ യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ ഡൈവേർട്ട് ചെയ്തു പോകുന്ന നമ്മുടെ ഈ മാധ്യമങ്ങളുടെ ഒരു ഗിമ്മിക്കാണ്. ഇപ്പോൾ വിസ്മയ കേസ് ഉണ്ടാകുന്നു, ഇറ്റ് ഈസ് സംവാട്ട് എ ക്രൂവൽ മർഡർ ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെ ഉണ്ടായൊരു സിറ്റുവേഷൻ എന്തുകൊണ്ടാണ് ഉണ്ടായി വരുന്നത്? ഒരു ചെറുക്കനൊരു പെണ്ണിനെ പ്രേമിച്ചു എന്ന് പറഞ്ഞ് ഒരു ചെറുക്കനെ പോയി വെട്ടിക്കൊല്ലുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇത് പണ്ട് ഫ്യൂഡലിസത്തിൻ്റെ കാലം വല്ലതാണ്. നമ്മളതൊക്കെ കഴിഞ്ഞ് എത്രയും മുന്നോട്ട് പോയി. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ഒരു ക്യാപിറ്റലിസത്തിൽ റിവൈവ് ചെയ്യപ്പെടുന്ന സമ്പത്തിൻ്റെ അധികാരം എന്ന് പറയുന്നത് വളരെ രൂക്ഷമായിട്ട് റിവൈവ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ റിവൈവ് ചെയ്യപ്പെടുമ്പോഴത്തേക്ക് നീ വെറും നായ എന്ന് പണമില്ലാത്തവനോട് പറയുന്ന ഒരവസ്ഥയിൽ വരുന്ന പ്രതികരണങ്ങളാണ് ഇതൊക്കെ.
അങ്ങനെ വരുമ്പോഴത്തേക്ക് ആരെയെങ്കിലും കുറേ പണം കൊടുത്ത് തൃപ്തിപ്പെടുത്തി എൻ്റെ പെണ്ണിനെ ചയച്ചില്ലെങ്കിൽ അവളുടെ ഗതി എന്താകും എന്ന് ചിന്തിക്കുന്ന രക്ഷകർത്താക്കളുടെ ഒരവസ്ഥയാണ് അവിടെ വരുന്നത്. വെൻ യു മേക്ക് ഹ്യൂമൻ ലൈഫ് എ കമേഴ്ഷ്യൽ ബിസിനസ്, മനുഷ്യ ജീവിതത്തെ ഒരു കമേഴ്ഷ്യൽ ബിസിനസ്സാക്കി നിങ്ങൾ പരിവർത്തിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതിന് പ്രധാനപ്പെട്ട കാരണം, അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ പരിസരങ്ങളെല്ലാം കമേഴ്ഷ്യലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ആ ചങ്ങലകൾ എങ്ങനെ നമുക്ക് പൊട്ടിച്ചെറിയാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതിന് പകരം ഇത് ആണും പെണ്ണും തമ്മിലുള്ളതാണ്. കുറേ ഫെമിനിസ്റ്റുകൾ കയറി അവിടുത്തെ പെണ്ണിന് ഇങ്ങനെ ചെയ്തു. ഇപ്പോൾ ഒരു പെണ്ണ് ഒരു ചോര കുഞ്ഞിനെ കൊന്നു എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ കാര്യമാണ്. ഇപ്പോൾ വേറൊരു സ്ഥലത്ത് ഒരു പെണ്ണ് അവളുടെ കാമനോട് ഒളിച്ചോടി, കുട്ടികളെ ഒളിച്ചോടി പോയി, അവസാനം എൻ്റെ കണ്ടും മൃതദേഹം ഒളിച്ചോടി പോയ സ്ത്രീയെ കാണിക്കാൻ ആ സ്ത്രീയോടും അവളും സിമ്പതി അർഹിക്കുന്നതാണ്. ഒളിച്ചോടി പോയെന്ന് പറഞ്ഞത് ഷീസ് ആൾസോ എ വിക്റ്റിം, അങ്ങനെ കാണാൻ പറ്റൂ. അവിടെ നമ്മൾ ആൺ പെൺ വൈരുദ്ധ്യം എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞില്ലേ സ്ത്രീ പീഡനം എന്ന് പറയുന്നത് ഈ ക്രമത്തിലധികം പ്രൊജക്റ്റ് ചെയ്യപ്പെടുമ്പോഴത്തേക്ക് അതിൽ വരുന്നത് ഇതിൽ ഈ കമേഴ്ഷ്യലൈസ് ചെയ്യപ്പെടുന്ന ബന്ധങ്ങൾ എന്ന് പറയുന്ന ഒരു ഫാക്ച്വൽ റിയാലിറ്റി ഉണ്ട്. മനുഷ്യ സമൂഹം ഇങ്ങനെ തീവ്രമായിട്ട് കമേഴ്ഷ്യലൈസ് ചെയ്യപ്പെടുമ്പോഴത്തേക്ക്, അതായത് മനുഷ്യൻ്റെ ബന്ധങ്ങൾ വ്യാപാര ബന്ധങ്ങളായിട്ട് മാറുമ്പോഴത്തേക്ക് അതിനെ സംബന്ധിച്ചിട്ടൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ ഒരു കൺസ്യൂമർ സൊസൈറ്റിയിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന ആഘാതമാണ് നമ്മൾ സ്ത്രീധന മരണങ്ങളുടെ ഭാഗമായിട്ട് കാണുന്നത്. അവിടെ താരതമ്യേന ശാരീരികമായി ശേഷിയുള്ളവൻ ശാരീരികമായി ദുർബലരായ സ്ത്രീകളെ ആക്രമിക്കുന്നു, മറിച്ചും ചിലപ്പോഴൊക്കെ ഉണ്ടാകുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ ആ തരത്തിൽ വിലയിരുത്തുന്നതിന് പകരം ഈ പറഞ്ഞില്ല, ഇപ്പോൾ കൂടത്തായിൽ ഒരു പെൺകുട്ടിയുടെ പേരിൽ പോലീസുകാരെന്തൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അത് എത്രത്തോളം വിശ്വസിക്കാമെന്നുള്ളത് അവർ കത്തി കണ്ടെത്തിയതുപോലെ തന്നെയാണോ എന്ന് തന്നെ നമുക്ക് അറിഞ്ഞൂടാ. അതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ദുരൂഹമായിട്ടുള്ള ഈ സ്വർണ്ണവുമായിട്ട് ബന്ധപ്പെട്ട കടത്തോ എന്തെങ്കിലും ഉണ്ടാകാം. വേറെ ആരെങ്കിലും പ്രധാനികളായിരിക്കുക അതിൻ്റെ പിന്നിലുണ്ടായിരിക്കുക. അതിനെ ഒരു മാപ്പ് സാക്ഷിയായിട്ട് ആ പെൺകുട്ടിയെ ഉപയോഗിക്കുകയാണോ എന്ന് പോലും സംശയിക്കത്തക്ക സാഹചര്യമുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കണക്ഷൻസ് അങ്ങനെയുള്ളതായിരുന്നു. അതിപ്പോൾ ഒരു കുടുംബത്തിലെ ആളെ കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അതിനാരോടും അങ്ങനെ വൈരാഗ്യം ഉണ്ടാകണം. അതിപ്പോൾ പറഞ്ഞില്ലേ അങ്ങനെ ആ തരത്തിലുള്ള എന്തെങ്കിലും ഒരു ന്യൂറോട്ടിക്കോ അല്ലെങ്കിൽ സൈക്കോട്ടിക്കോ ആയിട്ടുള്ള ടെൻഡൻസിയുടെ ഒരു ഇതായിരുന്നു. അതൊക്കെ പിന്നീട് വരുന്ന പ്രശ്നങ്ങളാണ്. പോലീസുകാർക്ക് എളുപ്പമുള്ള മാർഗ്ഗങ്ങളാണ് തോന്നുന്നത്. ഇപ്പോൾ ഒരു കള്ളക്കടത്ത് കേസ് ഉണ്ടാകുമ്പോഴത്തേക്ക് അതിൽ ഒന്നാം പ്രതിയാവേണ്ട ചീഫ് മിനിസ്റ്ററാണ്. അതിൽ പിന്നെ രണ്ടാം തർക്കമില്ല. കാര്യം ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നാണ് ഇതിൻ്റെ ഓപ്പറേഷൻ മുഴുവൻ നടക്കുന്നത്. അപ്പോൾ ചീഫ് മിനിസ്റ്റർ ഈസ് ദി ഫസ്റ്റ് കൾപ്രിറ്റ്. അതിൽ കസ്റ്റംസിന് രണ്ടാമതായിട്ട് ആലോചിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ കൊടകര കേസ് വരുന്നു. കൊടകര കേസ് വരുമ്പോഴത്തേക്ക് പ്രധാനികളെയൊക്കെ ഒഴിവാക്കുക. കസ്റ്റംസ് കേസിലും അത് തന്നെ സംഭവിക്കും. പ്രധാനികളെയൊക്കെ ഒഴിവാക്കുക. ആരുടെ പേർക്കാണോ അയച്ചത്, ഇരട്ട ചങ്കുണ്ടെങ്കിൽ ഇരുമയാണെങ്കിലും നമ്മൾ ഇരട്ട കരളല്ലേ, നീ എൻ്റെ ജീവനല്ലേ എന്ന് പറഞ്ഞ് പിണറായി വിജയൻ കൂടെ കൊണ്ടു നടക്കുന്നൊരു മുതലാളിയുണ്ട്. ഈ മുതലാളിക്ക് ഈ ലൈഫ് മിഷനിലും ഇതിലുമൊക്കെ ഇത് ഒരേപോലെ പങ്കുണ്ടെന്നുള്ള കാര്യം പരസ്യമായ രഹസ്യമാണ്. അവരൊന്നും രംഗത്ത് വരില്ല. അപ്പോൾ അവരൊക്കെ രക്ഷപ്പെടുകയും അവർക്ക് ഒരു അർജുനായെങ്കിയോ അല്ലെങ്കിൽ വേറെ ആരോ എന്തെങ്കിലും ഈ വിക്ടിംസായിട്ട് പിടിക്കപ്പെടാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പിടിച്ച് കുറേ ആൾ ജയിലിലിട്ടിട്ട് അവരൊക്കെയാണ് കുറ്റക്കാർ. അവരെന്ന് പറയുന്നത് ഇപ്പോൾ അർജുനായെങ്കിയുടെ ജോലി എന്താണ്? ഇത് ആർക്കാണോ ഈ സ്വർണ്ണം അയക്കുന്നത് അയാളുടെ കയ്യിൽ തന്നെ എത്തിച്ചേരണം എന്നുള്ളത് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അർജുനായെങ്കിയെ നിയോഗിക്കുന്നത്. അയാൾ മാർക്സിസ്റ്റുകാരനാണോ RSകാരനാണോ എന്നുള്ള അല്ല പ്രശ്നം. എ ബിസിനസ് ഈസ് ഗോയിങ് ഓൺ, എ സ്മഗ്ലിംഗ് ബിസിനസ് ഈസ് ഗോയിങ് ഓൺ, സംബഡി ഈസ് എ കാരിയർ. ഈ കാരിയർ വന്നതിന് ശേഷം കാരിയർ ഈ സാധനം ഈ അവിടുന്ന് കൊടുത്തയച്ച ആൾ ഇന്ന ആളിൽ എത്തിക്കണമെന്ന് പറയുന്നുണ്ട്. അവിടെ തന്നെയാണ് എത്തിക്കുന്നതെന്ന് ഗാർഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചുമതലയാണ് അർജുനായെങ്കിൽ എടുക്കുന്നത്. അപ്പോൾ ഈ കൊടുത്തയക്കുന്ന ആളും വാങ്ങുന്ന ആളും ആരെന്ന് നമ്മൾ ഒരിക്കലും കണ്ടെത്തുന്നില്ല. അത് സുരക്ഷിതമായിട്ട് അവിടെ തന്നെ എത്തണമെന്നും പറഞ്ഞ് അതിനെ ഗാർഡ് ചെയ്യാൻ പോവുകയോ അല്ലെങ്കിൽ ആ തരത്തിൽ അവനെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനം. അവരുടെ ഈ ടൂൾസ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരെയാണ് പിടിച്ചുകൊണ്ട് പോയിട്ട് അവൻ മാർക്സിസ്റ്റുകാരനായിരുന്നു, മറ്റേതായിരുന്നു, മറിച്ചായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ മാർക്സിസവും ലെനിനിസവും ഒന്നും ഇല്ല. കള്ളക്കടത്ത് നടത്തുന്നിടത്ത് അതൊന്നും പ്രശ്നമല്ല. അപ്പോൾ കള്ളക്കടത്താണ് നമ്മുടെ ജീവിതത്തെ പറഞ്ഞില്ലേ ഈ നിയന്ത്രിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിപ്പോൾ ആരിഫ് ഖാൻ സ്വർണ്ണക്കള്ളക്കടത്തിനെതിരെ ഒരു സമരം നടത്തിയിട്ട് കള്ളക്കടത്തിൻ്റെ വരുമ്പോൾ ആർക്കാണ് ഈ സ്വർണം കള്ളക്കടത്തി ചെയ്ത് കൊടുക്കുന്നത്? അത് വലിയ തോതിൽ സ്വർണം കള്ളക്കടത്തി എംബസി വഴി
സ്വർണം കള്ളക്കടത്ത് ചെയ്യുമ്പോഴത്തേക്ക് അത് നിസ്സാരന്മാർക്കല്ല ആ കള്ളക്കടത്ത് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അത് ആരെ ഉദ്ദേശിച്ചാണ് കള്ളക്കടത്ത് നടത്തുന്നത്? അതിൽ ഈ പറഞ്ഞ പോലെ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാർ ഇൻവോൾവ് ആകുന്നു, കസ്റ്റംസ് ഇൻവോൾവ് ആകുന്നു. ഒരു കാലത്തും അതിൻ്റെ യഥാർത്ഥ കൾപ്രിറ്റ് ആരാണെന്ന്, ഇത് അയക്കുന്നവനും വാങ്ങുന്നവനും ആരാണ് എന്നുള്ളത് ഒരിക്കലും പുറത്തു വരില്ല. അതിൻ്റെ അരികെ കൂടെ പോയവരും അത് എടുത്തുകൊണ്ട് നടന്നവരും മാത്രമേ പിടിക്കപ്പെടുകയുള്ളൂ. എന്താ, അവരുടെ കയ്യിലാണ് തെളിവുള്ളത്, അവരുടെ കയ്യിൽ ഇരുന്നതായിട്ട് തെളിവുള്ളൂ, മറ്റുള്ളവരുടെ കയ്യിൽ ഇരുന്നതായിട്ട് തെളിവില്ല. ഈ സ്വർണ്ണമൊക്കെ എവിടെ പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇതാണ്, ഈ ഗവർണറുടെ ഈ ഇതെന്ന് പറഞ്ഞാൽ ലാക്ക് തെറ്റിയ ഒരു വെടിയുണ്ടയാണ്. എന്നാലും അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ഒരു ഗവർണർ ഇത്രയൊക്കെ സെൻറ്റിമെൻ്റലായിട്ട് ഇതിനകത്ത് പ്രതികരിക്കുന്നത് തന്നെ അദ്ദേഹത്തിന് ഒരു ഹ്യൂമൻ ക്വാളിറ്റി ഉള്ളതാണ്. അദ്ദേഹത്തെ തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു. പക്ഷേ അദ്ദേഹം ശരിയായ തരത്തിൽ ആ ഒരു തരത്തേക്ക് ഒരു ലക്ഷ്യത്തിലേക്കല്ല അദ്ദേഹത്തിൻ്റെ തോക്ക് ചൂണ്ടുന്നത്. അത് കൾപ്രിറ്റ്സിനെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ളൊരു മാർഗമായി തീരുന്നു എന്നുള്ളതാണ് അതിൻ്റെ വൈരുദ്ധ്യം എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ പറഞ്ഞതുപോലെ ബെന്നി ബെഹ്നാനും ഇന്ത്യൻ എക്സ്പ്രസ്സുമാണ്. അപ്പോൾ ഈ ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ സാഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺഫൈൻഡ് ടു ചൈന റിലേറ്റഡ് ടു യുവർ ഫുഡ് ഹാബിറ്റ്സ്. അത് വളരെ പ്രകടമാണ്. എന്ന് വെച്ചാൽ അതുപോലെ പിന്നൊരു രോഗം വരുന്നത് മിഡിൽ ഈസ്റ്റിലാണ്. മിഡിൽ ഈസ്റ്റിൽ വരുമ്പോഴത്തേക്ക് അതിന് MERS എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ് ഇതുപോലെ റെസ്പിറേറ്ററി സിൻഡ്രോമാണ് ആ പ്രശ്നം എന്ന് പറയുന്നത്. അവിടെ എത്ര 800 പേരോ മറ്റോ മരിക്കുന്നുണ്ട് മിഡിൽ ഈസ്റ്റിൽ. അപ്പോൾ അവിടുത്തെ എന്താണ്, ഇറ്റ് ഈസ് ഫ്രം ക്യാമൽ. അതായത് ക്യാമലിൻ്റെ തല ഇവിടത്തുള്ള ആൾക്കാരും പോയൊക്കെ തിന്നിട്ടുണ്ട്. ഒരു വലിയൊരു നേതാവ് അവിടുത്തെ ആ ക്യാമലിൻ്റെ തലയൊക്കെ പൊട്ടിക്കുന്നത്, അതായത് അറബികൾ ഈ ക്യാമലിൻ്റെ തല ഒരു പ്രത്യേക തരത്തിലിങ്ങനെ പൊട്ടിച്ചെടുക്കുന്ന ഒരു സ്റ്റൈലുണ്ട്. അതൊക്കെ വളരെ കൃത്യമായിട്ട് അവിടെ ഒരു അറബിയാണെന്ന് തോന്നത്തക്ക രീതിയിൽ അതിരുന്ന് ചെയ്യുന്ന ഒരു നേതാവിനെ പറ്റിയൊക്കെ ഉള്ള കഥ ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ ഡിസീസ് വരാൻ കാരണം ക്യാമലാണ്. ഇറ്റ് ഈസ് ഫ്രം ക്യാമൽ. മിഡിൽ ഈസ്റ്റിലല്ലാതെ വേറെ എവിടെയും ആ ഡിസീസ് വന്നില്ല. MERS വേറെ എവിടെയും വന്നില്ല. അതുകൊണ്ടാണ് അതിന് മിഡിൽ ഈസ്റ്റ് MERS എന്ന് പറയുന്നത്. ഇത് ചൈനയായിട്ട് കൺഫൈൻഡ് ആയിട്ടുള്ള ഒരു കേസാണ്. അപ്പോൾ ഇതിനെ അങ്ങനെ കാണാതെ, ഇത് പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ വേറൊന്നും പറയുന്നില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഹാബിറ്റുമായിട്ട് കൃത്യമായിട്ട് ക്യാമലില്ലാത്ത ഒരു രാജ്യത്ത്, ക്യാമലിൻ്റെ ഈ മാംസം ഈ തിന്നാത്ത ഒരു ദേശത്ത് MERS ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അതുപോലെ പാമ്പിനെയും ഈ പറഞ്ഞില്ല ഈനാമ്പീച്ചയെയും ഈ ഇതിനെയൊക്കെ പിടിച്ച് തിന്നുന്ന ആ തരത്തിലുള്ള റെപ്റ്റൈൽസിനെ പിടിച്ച് തിന്നുന്ന ഒരു സമൂഹത്തിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ഡിസീസാണ് ഇവർ പറയുന്നത് സാഴ്സ് എന്ന് പറയുന്നത്. 2 പ്രാവശ്യം അത് ചൈനയിൽ വന്നതാണ്. അപ്പോൾ അത് ലോകം മുഴുവനും അതൊരു പാൻഡമിക് ആകാൻ വേണ്ടിയുള്ള സാധ്യതകളുടെ കുറവാണ്. അത് ഊതിപ്പെരുക്കിക്കൊണ്ട് വന്നത് ഇവർ മിലിറ്ററിക്കാർ അങ്ങോട്ട് പോയതിന് ശേഷമാണ്. അതൊക്കെ വളരെ ക്ലിയറാണ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഒരു ഓബ്ജക്റ്റീവ് എക്സാമിനേഷൻ ഫ്രം ദി സബ്ജക്റ്റീവ് പ്രിമൈസസ്. നമ്മുടെ ഒരു സബ്ജക്റ്റീവ് പ്രിമൈസസിൽ നിന്നുകൊണ്ട് ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ഓബ്ജക്റ്റീവ് എക്സാമിനേഷൻ നടത്തണം. പ്രിമൈസസ് എപ്പോഴും സബ്ജക്റ്റീവ് ആയിരിക്കും. നമ്മൾ നിൽക്കുന്ന ഭൂമി എപ്പോഴും പരന്ന് തന്നെ ഇരിക്കും, പക്ഷേ ഭൂമി ഉരുണ്ടതാണ്. അപ്പോൾ ആ പരന്ന ഭൂമിയിൽ നിന്ന്, നമ്മുടെ സബ്ജക്റ്റീവായിട്ടുള്ള ആ പരന്ന ഭൂമിയിൽ നിന്നുകൊണ്ട് നമ്മൾ ഇതിനെപ്പറ്റി ഓബ്ജക്റ്റീവായിട്ട് പഠിക്കണം. അതാണ് വേണ്ടത്. ആ രോഗത്തെപ്പറ്റി പഠിക്കണം. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യാപാരി വ്യവസായികൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറേയൊക്കെ ആ പിണറായി വിജയന് മനസ്സിലാവും. ഇളവുകളൊക്കെ വ്യാപാരി വ്യവസായികൾക്ക് അവർ പറയുന്ന പോലെ കടകളൊക്കെ തുറന്നു വെച്ച് കൊടുക്കുക, നമ്മൾ ചെയ്ത നടപടിക്രമങ്ങൾ അത്ര ശരിയല്ലായിരുന്നു. ഇറ്റ്സ് എ കൺഫെഷൻ, അല്ല വേറൊന്നുമല്ല. ബക്രീദ് ആകുമ്പോഴത്തേക്ക് കൊറോണ വൈറസിന് അറിയാം അങ്ങനെയൊന്നും ആളുടെ ശരീരത്തിൽ നിന്നും കയറാൻ പാടില്ല, ഇത് അവരുടെ ഉത്സവമാണ്, അതുകൊണ്ട് 3 ദിവസം ഇളവ് പ്രഖ്യാപിച്ചാലും കുഴപ്പമില്ല എന്നാണ് നമ്മുടെ പിണറായി വിജയൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്തോത്രം. ഞാൻ വേറൊന്നും പറയുന്നില്ല. ഒരു നിയന്ത്രണം കൊണ്ടുവരുമ്പോൾ ആ നിയന്ത്രണത്തിലൊരു ഉന്നമുണ്ടെന്നും അത് നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് മാറ്റുകയും തിരിക്കുകയും ചെയ്യാവുന്നൊരു കാര്യമാണെന്നും പറയരുത്. ഇറ്റ് ഈസ് നോട്ട് എ മാറ്റർ ഓഫ് കൺവീനിയൻസ്. ഇത് ഭയങ്കരമായിട്ട് നമ്മൾ സ്ട്രിക്റ്റായിട്ട് നിൽക്കേണ്ട ഒരു ലോ ആണ്. ആളുകളെ നിങ്ങൾ എല്ലാവരും 500 രൂപ വീതം പിടിച്ചു പറിക്കുകയാണ്.
ഈ CDC പറഞ്ഞിട്ട് പോലെ 2 വാക്സിൻ എടുത്തവരുടെ കയ്യിൽ നിന്ന് പോലും 500 രൂപ പിടിച്ചു പറിക്കുന്ന ഒരു പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി പോലീസുകാർക്ക് ഇനി അവസാനം അവർ തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു പറിക്കുമോ എന്നുള്ള സംശയമാണ് എനിക്ക് തോന്നുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ശീലമായി പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിൽ നിന്ന് വിട്ടുമാറാൻ പറ്റില്ല. ഒരു നല്ലൊരു പോലീസ് തന്നെയാണ് നമ്മുടെ. അവരെ ഈ ദുശീലം പരിശീലിപ്പിക്കേണ്ട ആ ഒരു കാര്യമില്ല. ഞാനിപ്പോൾ ഇവിടെ വരുന്നത് ബെന്നി ബെഹനാൻ എന്ന് പറയുന്ന ഒരു MP, ആൻഡ് ഹീസ് എ ഫോർഡ് മാൻ. ഫോർഡ് ഫൗണ്ടേഷൻ്റെയും മറ്റുമൊക്കെ ഒരു പ്ലഗാണ് അദ്ദേഹം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതിപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ആൻഡ് ഇതിൻ്റെ മുഴുവൻ ഈ തിരക്കഥയും ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് ഫോർഡ് ഫൗണ്ടേഷനാണ്. അപ്പോൾ ഫോർഡ് ഫൗണ്ടേഷൻ പറയുന്നതിന് അപ്പുറവും ഇപ്പുറവും പിണറായി വിജയന് പോകാൻ പറ്റില്ല. അതായത് പിണറായി വിജയനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്, മുഖ്യമന്ത്രി ആക്കിയതും ഇനി മുഖ്യമന്ത്രി ആകണം, എത്ര കാലം വരെ ആകണമെന്ന് തീരുമാനിക്കുന്നതുമൊക്കെ ഫോർഡ് ഫൗണ്ടേഷനാണ്. അതുകൊണ്ട് അതിനപ്പുറം പോകില്ല. അത് ബെന്നി ബെഹനാനും അതുപോലെ തന്നെയാണ്. ബെന്നി ബെഹനാനും ഈ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണ്ട് ഈ ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഉണ്ടായപ്പോഴത്തേക്ക് എസ് ഗുപ്തൻ നായരൊക്കെ അതിലംഗമായിരുന്നു. അതായത് ഒരു ആൻറ്റി കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരിതിലാണ്, ആൻറ്റി സോവിയറ്റ് എന്ന് പറയുന്ന ഒരിതിലാണ് ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന് പറയുന്നൊരു കൾച്ചറൽ ഫോറം ഉണ്ടാക്കിയത്. കൾച്ചറൽ ഫോറം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഗുപ്തൻ നായർ ഒരു ചോദ്യം ചോദിച്ചു. അത് ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരെ ഉപരോധിക്കാനായിട്ട് നമ്മളിവിടെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുമ്പോൾ അതിന് ഈ ഫോറിൻ ഫണ്ടിങ് എന്തിനാണ്, ഫോർഡിന് ഇവിടെ എന്താ കാര്യം എന്ന് ചോദിച്ചത് എസ് ഗുപ്തൻ നായരാണ്. അപ്പോൾ ഫോർഡിന് ഇവിടെ എന്താ കാര്യമെന്ന് ആരും വിമോചന സമര കാലത്ത് ചോദിച്ചില്ല. പക്ഷെ പിന്നീട് ഗുപ്തൻ നായർ ചോദിച്ചു. ആ ഫോർഡിന് ഇപ്പോഴും ഇവിടെ കാര്യമുണ്ട്. അതുകൊണ്ടാണ് ബെന്നി ബെഹനാനെ പോലെയുള്ള നേതാക്കന്മാർ വരുന്നത്. അദ്ദേഹം ഒരു 50,000 പേര് കോവിഡ് പിടിച്ച് മരിച്ചു എന്ന് പറഞ്ഞൊരു പട്ടിക തയ്യാറാക്കുകയാണ്. അത് തയ്യാറാക്കുമ്പോഴത്തേക്ക് ഞാൻ ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നൊരു ലേഖനത്തിൻ്റെ അവസാന ഭാഗം നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. കോവിഡ് ഡെത്ത് നമ്പേഴ്സ് ആർ ടാക്സിങ്. അതായത് അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത് കൃത്യമായിട്ട് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തത് എത്രയെന്ന് നിയതമായിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം ടാക്സാണ്. രണ്ടാമത്തെ കാര്യം ഡെത്താണ്, ഡെത്തിൻ്റെ കൗണ്ടാണ്. അത് അദ്ദേഹം ആരെയും ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നതാണ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞതാണ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞൊരു കാര്യം ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് തുടങ്ങിയിട്ട് അവസാനം വരുമ്പോൾ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ബെന്നി ബെഹനാൻ ഈ പത്രം ഒന്നെടുത്ത് വായിക്കണം. വായിച്ചാൽ മനസ്സിലാവുമെന്ന് എനിക്കറിഞ്ഞു. അയാളുടെ നേതാവ് മറ്റേ കക്ഷിയുണ്ടല്ലേ, മറ്റേ നിയമബിരുദധാരി എന്ന് അവകാശപ്പെടുന്ന ഒരു കക്ഷിയുണ്ടല്ലേ, മരണവ്യാജ സർട്ടിഫിക്കറ്റുകൾ പോരാ എന്ന് പറയുന്നത്, അവർ വായിക്കേണ്ടതാണ്. ഞാനിത് വളരെ ഇതായിട്ട് പതുക്കെ വായിച്ചതിൻ്റെ അർത്ഥം നിങ്ങളോട് വിശദീകരിക്കാൻ ശ്രമിക്കാം. ദി ബി proposition is different, and we have several problems with medical certification of cause of death. ഒരു ഡെത്ത് നമ്മൾ കൺഫേം ചെയ്യുന്നത് വിത്ത് ദി മെഡിക്കൽ സർട്ടിഫിക്കേഷൻ ഓഫ് കോസ് ഓഫ് ഡെത്ത്. കോസ് ഓഫ് ഡെത്തിന് ഒരു മെഡിക്കൽ സർട്ടിഫിക്കേഷൻ ഉണ്ടാകും. അതാണ് പ്രധാനമായിട്ടുള്ളത്, മെഡിക്കൽ സർട്ടിഫിക്കേഷൻ ഓഫ് കോസ് ഓഫ് ഡെത്ത്. ഇവിടെ ഇന്നലെയും 140 പേർ, അതായത് ഇന്ത്യയിലാകെ 540 പേര് മരിച്ചപ്പോൾ ഇവിടെ 130 പേര് മരിച്ചു. അപ്പോൾ കുറേ കഴിയുമ്പോഴത്തേക്ക് ഇന്ത്യയിലാകെ 130 പേര് മരിക്കുമ്പോൾ ഇവിടെ 540 പേര് മരിച്ചു എന്നും വരാം. അത് പിണറായി വിജയൻ്റെ മിടുക്ക് പോലെ ഇരിക്കും. പക്ഷേ ഈ പിണറായി വിജയൻ കൂടെ ഇത് മനസ്സിലാക്കണം. അതായത് വി ഹാവ് സെവറൽ പ്രോബ്ലംസ് വിത്ത് മെഡിക്കൽ സർട്ടിഫിക്കേഷൻ ഓഫ് കോസ് ഓഫ് ഡെത്ത്. അതിന് MCCD എന്ന് പറയും. ഇതാണ് ഇതിൻ്റെ ആധികാരികമായ രേഖ എന്ന് പറയുന്നത്, മെഡിക്കൽ സർട്ടിഫിക്കേഷൻ ഓഫ് കോസ് ഓഫ് ഡെത്ത്. അതിൽ റഫ്ലി 20% ഓഫ് ഡെത്ത്സ് രജിസ്റ്റേർഡ് ആർ കവേർഡ് ബൈ MCCD. നമ്മൾ ഈ സിവിൽ രജിസ്ട്രേഷൻ നോക്കിയിട്ടാണ് ഈ കണക്കെടുക്കുന്നത്. പക്ഷേ ഈ വരുന്ന MCCD വകുപ്പിൽ പെടുന്ന മെഡിക്കൽ സർട്ടിഫിക്കേഷൻ ഓഫ് കോസ് ഓഫ് ഡെത്ത് എന്ന് പറയുന്ന മരണകാരണത്തിനുള്ള മെഡിക്കൽ സർട്ടിഫിക്കേഷൻ വകുപ്പിൽ വരുന്ന ഈ സർട്ടിഫിക്കറ്റുകൾ ഈ സിവിൽ രജിസ്ട്രേഷൻ ഡെത്തിൻ്റെ 20% വരൂ. എന്നുവെച്ചാൽ 20% മാത്രമേ കൃത്യമായിട്ട് മെഡിക്കലായിട്ട് അസസ് ചെയ്ത ഒരു സർട്ടിഫിക്കറ്റ് സാധാരണഗതിയിൽ ഒരു വർഷത്തിൽ നമ്മുടെ കയ്യിൽ എത്തുന്നുള്ളൂ. അതുകൊണ്ട് ഇന്ന കാരണം കൊണ്ടാണ് മരിച്ചത് എന്നുള്ളതിൻ്റെ 20% സർട്ടിഫിക്കറ്റാണ് സാധാരണഗതിയിൽ ഒരു വർഷം ഉണ്ടാകുക. ഈവൻ ഇൻ ദോസ് കേസസ് ഇറ്റ് ഈസ് നോട്ട് ഗ്യാരണ്ടീഡ് ദാറ്റ് ദി കോസ് ഹാസ് ബീൻ റിപ്പോർട്ടഡ് അഡ്വക്കേറ്റ്ലി. അപ്പോൾ ഈ വരുന്ന 20%-ത്തിലും കാസ്
വളരെ കൃത്യമായിട്ട് തന്നെയാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റില്ല. വരുന്ന 20%. Even if the cause is generally reported adequately, it does not follow that one has pinpointed COVID as the cause adequately. അതിപ്പോൾ നമുക്ക് വേണ്ടും വണ്ണം ഇത് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്താൽ പോലും ഇറ്റ് ഡസൻറ്റ് ഫോളോ ദാറ്റ് വൺ ഹാസ് പിൻപോയിൻറ്റഡ് കോവിഡ് ആസ് ദി കോസ് ഓഫ് ഡെത്ത്. അങ്ങനെ വന്നാൽ പോലും ഒരൊറ്റ സർട്ടിഫിക്കറ്റ് പോലും, ഞാൻ തറപ്പിച്ച് പറയാം, it has not been pinpointed that COVID is the cause of death. അങ്ങനെ വന്നാൽ പോലും പിൻ പോയിൻ്റ് ചെയ്ത് പറയാൻ കഴിയുന്ന ഒരു കോവിഡ് ഡെത്ത് ഇവിടെ ഉണ്ടായിട്ടില്ല. കോവിഡ് ഈസ് ദി കോസ് ഓഫ് ഡെത്ത് എന്ന് കോവിഡിനെ പിൻ പോയിൻ്റ് അഡിക്കേറ്റ് ആയിട്ടുള്ള വിവരങ്ങളൊക്കെ നൽകിയാൽ പോലും, അത് ഈ പറയുന്ന ഈ MCCDയുടെ സർട്ടിഫിക്കറ്റ് ആയാൽ പോലും അതിൽ ഈ കൃത്യമായിട്ട് കോവിഡ് ഈസ് ദി കോസ് ഓഫ് ഡെത്ത് എന്ന് പിൻ പോയിൻ്റ് ചെയ്ത് പറയുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ്. അങ്ങനെ പറയാൻ സാധ്യതയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്നത്തെ പത്രമാണ്. There are anomalies and inconsistencies in defining what a COVID death is. വളരെ ക്ലിയറാണ്. ഒരുപാട് അനോമലീസ് ഉണ്ട്. അനോമലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, പിശകുകളാണ് അനോമലീസ് എന്ന് വെച്ചാൽ നമുക്ക് ലോജിക്കലായിട്ട് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയാത്ത അങ്ങേയറ്റവും ഇങ്ങേയറ്റവും ഒന്ന് പറഞ്ഞുകൊണ്ട് വരുന്നതിന് നമുക്ക് സമർത്ഥിക്കാനാവാത്ത രീതിയിലുള്ള അനോമലീസാണ് ഉണ്ടാകുക. അനോമലീസ് ആൻഡ് ഇൻകൺസിസ്റ്റൻസീസ്. ഇൻകൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി ഇല്ല, സ്ഥിരതയില്ലായ്മ. ഒരുപാട് സ്ഥിരതയില്ലായ്മ. ഇവിടെ ഇത് ഒരു ടെസ്റ്റ് നടത്തിയിട്ട് രോഗം സ്ഥിരീകരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. അറിയാവുന്ന വിവരമുള്ളൊരു മനുഷ്യൻ, അദ്ദേഹം ആരാണ്? അദ്ദേഹത്തിൻ്റെ പേര് വിവേക് ദബ്രോയ്, ചെയർമാൻ എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ടു ദി PM. ഇങ്ങനെയുള്ള മനുഷ്യർ ഇവിടെ ഇരിക്കുമ്പോഴാണ് ഇതൊക്കെ ഇവിടെ നടക്കുന്നത്. അതാണ് നമ്മൾ ആലോചിക്കാനുള്ളത്. അതായത് രണ്ടാമത് വരുന്നത് there are anomalies and inconsistencies. ഇൻകൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ WHO-യിലും ICMR-ലും തുടങ്ങുന്ന ഇൻകൺസിസ്റ്റൻസിയാണ്. ഇത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തെന്നുള്ളതിനെ കുറിച്ച് അവർക്ക് യാതൊരു വ്യക്തതയില്ല. ഒരു ടെസ്റ്റിനെ പറ്റിയും കൃത്യമായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് അവരൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഒന്നിനെ പറ്റിയും ഒരു അഭിപ്രായം അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ഡയഗ്നോസ് ചെയ്യുന്നത്? അപ്പോൾ ഈ ഡയഗ്നോസിസിൽ there are ഇൻകൺസിസ്റ്റൻസീസ് ഉണ്ട്, അസ്ഥിരതകളുണ്ട്. സ്ഥിരമായിട്ട് നിങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. മാറിയും മറിഞ്ഞും പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇൻകൺസിസ്റ്റൻസീസ് ഇൻ ഡിഫൈനിങ് വാട്ട് ഈസ് കോവിഡ് ഡെത്ത്. എന്താണ് കോവിഡ് ഡെത്ത് എന്ന് ഡിഫൈൻ ചെയ്യുന്നതിൽ ഒരുപാട് ഇൻകൺസിസ്റ്റൻസീസും അനോമലീസും ഉണ്ട് എന്ന് പറയുന്നത് ഒരു റിയാലിറ്റിയാണ്. പിണറായി വിജയ, നിങ്ങൾ ഈ ആളുകളെല്ലാം കോവിഡാണെന്ന് പറഞ്ഞ് സ്ഥിരീകരിക്കുമ്പോഴത്തേക്ക് ഈ കോവിഡ് അങ്ങനെ ഒരു കോവിഡ് എന്ന് പറയുന്ന രോഗത്തിൽ അതിനെ സ്ഥിരീകരിക്കുക ബുദ്ധിമുട്ടാണ്. അതിൽ ഒരുപാട് സ്ഥിരമല്ലാത്ത ഇൻകൺസിസ്റ്റൻസീസ് ഉണ്ട്. അതിനെപ്പറ്റിയുള്ള ഫൈൻഡിങ്സിൽ ഒരുപാട് ഇൻകൺസിസ്റ്റൻസീസ് ഉണ്ട്. കൺസിസ്റ്റൻ്റ് അല്ല. കൺസിസ്റ്റൻ്റ് എന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞത് തന്നെ പിന്നീട് പറയുക, അല്ലെങ്കിൽ അതിൻ്റെ പിന്തുടർച്ചയായിട്ട് യുക്തിസഹമായിട്ട് അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുക. എന്നാലേ അത് കൺസിസ്റ്റൻ്റ് ആവും. കൺസിസ്റ്റൻസീസ് ഇല്ല, അനോമലീസ് ഉണ്ട്. നമ്മൾ ഇവിടെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് ഡെത്തുകളിൽ ഇൻകൺസിസ്റ്റൻസീസും അനോമലീസും ഉണ്ട്. റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കോവിഡ് ഡെത്തുകളിൽ സഹിതം അത് നമ്മൾ മനസ്സിലാക്കുക. that are medically certified. In West Bengal in 2019, around 14% of deaths were medically certified. അതായത് ഇപ്പോൾ മൊത്തം മരണത്തിൽ മെഡിക്കലി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡെത്ത് ഒരു വർഷം 2019 വെസ്റ്റ് ബംഗാളിൽ വന്ന് 14% മാത്രമാണ് മെഡിക്കലി സർട്ടിഫൈഡ് ഡെത്ത്സ് എന്നുള്ളത്. ആ ഡെത്ത്സ് തന്നെ, ആ സർട്ടിഫിക്കറ്റ്സ് തന്നെ അഡിക്കേറ്റ് ആകണമെന്നില്ല. അവിടെ തന്നെ കോവിഡ് പിൻ പോയിൻ്റ് ചെയ്ത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ കോവിഡിനെ ഡിഫൈൻ ചെയ്യുന്നതിൽ ഒരുപാട് ഇൻകൺസിസ്റ്റൻസീസ് ഉണ്ട്. ഇത്രയുമാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. ദാറ്റ് കനോട്ട് ബിക്കം 100% ഓവർനൈറ്റ് സിംപ്ലി ബിക്കോസ് ദർ വാസ് എ പാൻഡമിക്. ഒരു പാൻഡമിക് ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ഒരു ഓവർനൈറ്റ് കൊണ്ട് 14% നമുക്ക് 100% മാറ്റാൻ പറ്റില്ല. പറ്റുകയാണെങ്കിൽ അതാണ് ഈ പറഞ്ഞില്ല, ഇയാൾ 1.5 ലക്ഷം ടെസ്റ്റ് നടത്തുമെന്ന് പറയുമ്പോൾ ഇയാൾക്ക് ഭ്രാന്താണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്.
ഈ കാരണം കൊണ്ടാണ് പറയുന്നത്. നിങ്ങളൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു വർഷം 14% വരെയാണ് 2019 വെസ്റ്റ് ബംഗാളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊക്കെ തന്നെയാണ് ആധികാരികമായ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഒരു രോഗത്തെ പിൻ പോയിൻ്റ് ചെയ്യാൻ പറയാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് വളരെ അവധാനതയോടെ പതുക്കെ അത് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വരാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇത് പറയുന്നത് പാൻഡമിക് ആണെന്നുള്ളതുകൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് 14% 100% ആക്കി മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് 1.5 ലക്ഷം ടെസ്റ്റ് നടത്തിയിട്ട് ഒരു രാത്രി കൊണ്ട് ഇത്രയും പേര് രോഗികളാണെന്ന് പ്രഖ്യാപിക്കാനും പറ്റില്ല പിണറായി വിജയൻ. എന്ന് വെച്ചാൽ ഇത് നിങ്ങളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല, ഇത് ജനങ്ങളാണ്, ജനങ്ങളുടെ ജീവനും ജീവിതവുമാണ്. അതാണ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന മുഴുവൻ കള്ളമാണ്. പിന്നെ ബെന്നി ബെഹനാനും മറ്റുമൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫോർഡ് ഫൗണ്ടേഷനിലെ സാഹിബ് പറയുന്നതനുസരിച്ച് അവർ പറയുന്നതേ ഉള്ളൂ. നിങ്ങൾ ഫോർഡ് ഫൗണ്ടേഷനിലെ സാഹിബ് പറയുന്നതനുസരിച്ച് പറയുന്നതേ ഉള്ളൂ. പക്ഷേ അത് ജീവിതത്തിൻ്റെ ന്യായമാണ് എന്ന് മാത്രം നിങ്ങൾ പകൽ വെളിച്ചത്തിലിറങ്ങി പറയരുത്. അതേ പറയുന്നുള്ളൂ. In principle, the pandemic will have differentially affected the cause of death. അതായത് പാൻഡമിക് എന്ന് പറയുന്ന ഈ രോഗം പലതരത്തിൽ നമ്മുടെ രോഗികളെ ബാധിച്ചിരിക്കാം. ഫോർ എക്സാമ്പിൾ, ഫ്യൂവർ ഡെത്ത്സ് ഫ്രം റോഡ് ആക്സിഡൻറ്റ്സ്. നമ്മളിപ്പോൾ വരുമ്പോഴത്തേക്ക് ഫ്യൂവർ ഡെത്ത്സ് ഫ്രം റോഡ് ആക്സിഡൻറ്റ്സ് ഈ തെരുവിൽ കള്ളക്കടത്തുകാരും പോലീസുകാരും മാത്രമേ ഉള്ളൂ. രാത്രിയാകുമ്പോൾ കോഴിക്കോട്ടെ തെരുവുകളിൽ കള്ളക്കടത്തുകാരും പോലീസുകാരും മാത്രമേ ഉള്ളൂ. അവർ തമ്മിലുള്ള ഒരു ആന്തരിക സൗഹൃദത്തിൻ്റെ പേരിൽ നടക്കുന്ന കടത്തുകൾ മാത്രമേ അവിടെ നടക്കാറുള്ളൂ. അതിനിടയ്ക്കാണ് അർജുനായെങ്കിയുടെ ഒക്കെ പിടിവിടുന്നത്. വേറെ ആരും വരില്ല. അതുകൊണ്ട് റോഡ് ആക്സിഡൻറ്റ്സ് താരതമ്യേന കുറവായിരിക്കും. ബട്ട് ഡെത്ത്സ് ഫ്രം അതർ എയിൽമെൻറ്റ്സ്, ശ്രദ്ധിക്കൂ, മറ്റുള്ള അസുഖങ്ങളിൽ നിന്നുള്ള മരണങ്ങൾ വുഡ് ഹാവ് ഇൻക്രീസ്ഡ്. അത് ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. മറ്റുള്ള രോഗങ്ങൾ നിമിത്തമുള്ള മരണങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സിൻസ് കോവിഡ് ഹാസ് മെൻറ്റ് റിലേറ്റീവ് നെഗ്ലക്റ്റ് ഓഫ് other diseases. COVID means relative neglect of other diseases. മറ്റ് ഡിസീസസിനെ അതിനോട് ഉദാസീനമായി അവയെ അവഗണിക്കുന്ന ഒരു സമീപനം കോവിഡ് മൂലമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മറ്റു രോഗങ്ങൾ മൂലമുള്ള മരണങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. എക്സസ് ഡെത്ത് വരികയാണെന്നുണ്ടെങ്കിൽ മറ്റു മരണങ്ങൾ വർദ്ധിക്കുന്നതുകൊണ്ടാണ് എക്സസ് ഡെത്ത് വരുന്നത് എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. പോളിസി ഫോർമുലേഷൻ റിക്വസ്റ്റ് ഗുഡ് ഡാറ്റ. നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഫെയർ ഡാറ്റയാണ് വേണ്ടത്. എപ്പാർട്ട് ഫ്രം അൺസർട്ടൻറ്റി ആൻഡ് ടൈം ലാഗ്സ്. അൺസർട്ടൻറ്റി, അനിശ്ചിതത്വത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ടൈം ലാഗിൽ നിന്ന് ഡാറ്റ ഈസ് ജനറേറ്റഡ് ഫ്രം ബിലോ ആൻഡ് അഗ്രിഗേറ്റഡ് അപ്വേർഡ്സ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇറ്റ് ഈസ് ജനറേറ്റഡ് ഫ്രം ബിലോ. താഴെ ഇത് പരിശോധിക്കുന്ന ആ ഡോക്ടറുടെ ശ്രദ്ധയിൽ നിന്നാണ് ഇത് നമ്മൾ ജനറേറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. അല്ലാതെ അവിടെ നിന്നുകൊണ്ട് ICMR ഇങ്ങനെയൊക്കെ വരുന്നവരെയൊക്കെ നിങ്ങൾ സസ്പെക്റ്റ് ചെയ്യണം, പ്രോബിളാണ്, അതുകൊണ്ട് എന്നുള്ളതല്ല. ഇറ്റ് ഷുഡ് കം ഫ്രം ബിലോ. ദി പാൻഡമിക് നോട്ട് ഓൺലി ഫ്ലാഗ്സ് വീക്ക്നെസ് ഇൻ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ, ബോത്ത് ഫിസിക്കൽ ആൻഡ് സോഷ്യൽ, പർട്ടിക്കുലർലി ഇൻ സം സ്റ്റേറ്റ്സ്, ബട്ട് ആൾസോ ഡാറ്റ ഇഷ്യൂസ്. അപ്പോൾ ഡാറ്റ ഇഷ്യൂസിലുള്ള ഒരു വീക്ക്നെസ്സിനെ കൂടി ഇത് വ്യക്തമാക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞതിൻ്റെ അഡീഷണലായിട്ട് ഈ ലേഖനം കൂടി പറയുന്നത്. ഇത് വളരെ ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതിന് പ്രധാനമായിട്ട് ഞാൻ പറയുന്നത് സാഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് കൺഫൈൻഡ് ടു ചൈന ആൻഡ് മെഴ്സ് വാസ് കൺഫൈൻഡ് ടു ക്യാമൽസ് ആൻഡ് മിഡിൽ ഈസ്റ്റ്. അത് ഇങ്ങനെ ഒരു പാൻഡമിക്കായിട്ട് ലോകമാസകലം പടരുന്നു എന്ന് പറയാൻ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ചൈനയിൽ തന്നെ അവർ പ്രോബബിൾ ആൻഡ് സസ്പെക്റ്റഡ്, അവരിപ്പോൾ ബാറ്റിൽ നിന്ന് ഇതിനെ എടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഹ്യൂമൻ ബോഡിയിൽ നിന്ന് അതിനെ സെപ്പറേറ്റ് ചെയ്ത് കൾച്ചർ ചെയ്യാൻ ചൈനക്കാർ തന്നെ തയ്യാറായിട്ടില്ല. അവരത് സമ്മതിക്കുന്നില്ല, അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് അവർ പറയുന്നില്ല. അതെന്തുകൊണ്ടെന്നുള്ള കാര്യം നമ്മുടെ ഒരു പ്രശ്നമാണ്. നമ്മളതിനെ ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ഒരു പ്രശ്നമാണ്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് സാക്ഷി തന്നെയാണ് എന്ന് ഒരുപക്ഷെ പറയുന്നത് അവർ വേറെ എന്തെങ്കിലും ഈ കൊലപാതകങ്ങളെ മറച്ചു വയ്ക്കാൻ വേണ്ടിയായിരിക്കും, അതിൻ്റെ നമ്പറിനെ മറച്ചു വയ്ക്കാൻ വേണ്ടിയായിരിക്കും. അതുകൊണ്ടാണ് അവർ പറയുന്നത് ബാറ്റിൽ ഇതുണ്ട്, ശരിയായിരിക്കാം, ഇങ്ങനെ ഒരു രോഗം ഉണ്ടായി വരാം, ബാറ്റിൽ നിന്നുണ്ടായി വരാം. ചേര, കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ടൈറ്റിൽ കൊടുത്തപ്പോൾ ചേരയ്ക്ക് പകരം പേരയായിപ്പോയി.
ചേര എന്ന് പറയുന്നത് റാറ്റ് സ്നേക്കിന് അവർ ധാരാളമായിട്ട് തിന്നും. ചേര അവർ ധാരാളമായിട്ട് തിന്നും ചൈനക്കാർ. അവരൊരു പ്രിയപ്പെട്ട ഭക്ഷണമാണ് ചേര. പങ്കോൾ എന്ന് പറയുന്നത് നമ്മുടെ ഈനാം ബീച്ചിൽ പോലെയുള്ള സാധനമാണ്. അതിനെ അവർ തിന്നും. അങ്ങനെ പലതിനും ഈ റെപ്റ്റൈൽസിനെ അവർ തിന്നും. അപ്പോൾ ആ റെപ്റ്റൈൽസിൽ ഇതുണ്ട് എന്നവർ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ഈ വൈറസിനെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനെ ഒരു ശാസ്ത്രീയമായിട്ട് നമ്മൾ ഇത് മനുഷ്യരെ എങ്ങനെ ഇൻഫെക്റ്റ് ചെയ്യുന്നതെന്ന് ബാധിക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ടേക്കൺ ഫ്രം ഹ്യൂമൻ ബോഡി ആൻഡ് ഐസൊലേറ്റഡ് ആൻഡ് കൾച്ചേർഡ്. ആ ഒരു പ്രോസസ്സ് ചൈനക്കാർ നടത്തിയിട്ടുണ്ട്. അവർ ബാറ്റിൽ നിന്നൊക്കെ ഇതെടുത്തിട്ടുണ്ടെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഹ്യൂമൻ ബോഡിയെ ഇൻഫെക്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ആ ഇൻഫെക്ഷൻ അവർ സ്റ്റഡി ചെയ്തിട്ടുണ്ടെന്നും കൾച്ചർ ചെയ്തിട്ടുണ്ടെന്നും അതിൻ്റെ വൈറൽ ലോഡിനെ പറ്റി അവർക്ക് ധാരണ ഉണ്ടെന്നും അവരെവിടെയും പറഞ്ഞിട്ടില്ല ചൈനക്കാർ. ചൈനയിലാണ് ഇത് ഉൽപ്പന്നമായത്, ചൈനയിലാണ് ഇത് ഉണ്ടായത്. ഇപ്പോൾ ഇതിൽ തന്നെ ഇയാൾ എഴുതിയിരിക്കുന്ന ആ ഒരു പ്രയോഗമുണ്ട്, വുഹാൻ പാൻഡമിക് എന്നാണ് ഇത് എഴുതിയിരിക്കുന്നത്. സാഴ്സിന് പകരം അത് എഴുതിയിരിക്കുന്നത് വുഹാൻ പാൻഡമിക്. ദാറ്റ് ഈസ് ദി കറക്റ്റ് തിങ്. ഇറ്റ് ഈസ് ദി വുഹാൻ പാൻഡമിക്. എനിവേ ഇറ്റ് ഒറിജിനേറ്റഡ് ഫ്രം ചൈന. വേറെ എവിടെയോ അവിടെ തന്നെ അവർക്കത് ഹ്യൂമൻ ബോഡിയിൽ നിന്ന് ഐസൊലേറ്റ് എടുത്ത് അത് കൾച്ചർ ചെയ്തിട്ട് പിന്നെ അത് ഹ്യൂമൻ ബോഡിയിൽ ഇനോക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ഈ വൈറൽ പവർ എത്രയുണ്ട് എന്നുള്ളത് മെഷർ ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊരു വാക്സിനേഷൻ ഉണ്ടാക്കാൻ ഈ 2021 വരെ അവർ തയ്യാറായിട്ടില്ല. 2002 2003 വന്ന സംഭവമാണിത്, സാഴ്സ് എന്ന് പറയുന്നത്. 2019 വീണ്ടും വന്നു. പിന്നെ മറ്റെല്ലാ രാജ്യങ്ങളും ഈ തട്ടിപ്പ് തുടങ്ങിയപ്പോഴത്തേക്ക് വാക്സിനേഷൻ എന്ന് പറയുന്നൊരു വ്യാപാരം തുടങ്ങിയപ്പോഴത്തേക്ക് അവർ കാണിച്ചു. ഇറ്റ് മേ ഗോ ഹാംലെസ് ആണെങ്കിൽ നമുക്കിപ്പോൾ 2 കുത്തിയിട്ട് ഈ രാജ്യം മുഴുവൻ സഞ്ചരിക്കാനുള്ള അനുമതി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുത്താമെന്ന് തീരുമാനിക്കും. ചത്തു പോകണമെങ്കിൽ പോട്ടെ, വീട്ടിനകത്തിരുന്ന് ചാവുന്നതിന്. അതിനേക്കാളും നമുക്ക് അത്യാവശ്യം ഉള്ള ആളുകളെ പോയി കണ്ട് സംസാരിക്കുകയും ചെയ്യാം. വഴി കിടന്ന് മരിച്ചാലും വേണ്ടിയില്ല. ഇങ്ങനെ വീട്ടിലിരുന്ന് മരിക്കാൻ പറ്റില്ല എന്ന് തീരുമാനിക്കുന്നവർ 2 വാക്സിനേഷൻ എടുക്കും. വാക്സിനേഷൻ നമ്മളെ രക്ഷിക്കുകയോ ഇല്ല എന്നുള്ളത് പിന്നീട് വരുന്ന പ്രശ്നം. അല്ലെങ്കിൽ വാക്സിനേഷൻ നമ്മുടെ ഈ ആരോഗ്യാവസ്ഥയെ കൂടുതൽ വിപുലീകരിക്കുമോ എന്നുള്ളത് പോലും നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ എനിവേ വി വോണ്ട് ഫ്രീഡം നൗ. നമുക്കൊന്ന് പുറത്തിറങ്ങി നടക്കണം. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ മൂക്കി കെട്ടാതെയും നമ്മൾ ഈ സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാതെയും ഈ പറഞ്ഞതുപോലെ ഒരു സോഷ്യൽ മെച്ചുറേഷൻ്റേതായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഇന്നലെ അനുഭവിച്ചിരുന്നത്. അതായത് ഈ സോഷ്യൽ ഇൻട്രാക്ഷൻ കൊണ്ട് മനുഷ്യനുണ്ടാകുന്നൊരു മെച്ചുറേഷനുണ്ട്. ആ മെച്ചുറേഷൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് നമുക്ക് പുറത്തു വരണം. പുറത്തു വരാനായിട്ട് 2 വാക്സിനേഷനല്ല 3 വാക്സിനേഷൻ വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ നമ്മളെ പുറത്ത് പോകാൻ അനുവദിക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് ഈ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഈസ് ഗിവൻ. നമ്മൾ കൊന്നാലേ അവരത് സമ്മതിക്കുന്നുണ്ടെങ്കിൽ അത് സമ്മതിക്കാം. ഇങ്ങനെ ഇരുന്ന് മരിക്കുന്നതിനേക്കാളും നമുക്ക് 2 വാക്സിനേഷൻ എടുത്തിട്ട് പുറത്ത് സഞ്ചരിക്കാമെന്നും മനുഷ്യൻ തീരുമാനിക്കും. അതുകൊണ്ടാണ് വാക്സിനേഷൻ ഞാൻ ആദ്യം മുതലേ നമ്മളതിനെ എതിർക്കേണ്ടതില്ല എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിലും ആളെ ഫ്രീ ആയിട്ട് വിടട്ടെ. അപ്പോൾ CDC പറയുന്ന 2 വാക്സിനേഷൻ എടുത്താൽ നിങ്ങൾക്ക് ഈ മൂക്കിലൊക്കെ ഇട്ട് മൂക്കി പഞ്ഞി വെച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. അഥവാ അതുമൂലം മരണം സംഭവിച്ചാൽ നിങ്ങൾ മൂക്കി പഞ്ഞി വെച്ചു. അല്ലാതെ മരണം സംഭവിക്കാത്തടത്തോളം കാലം 2 വാക്സിനേഷൻ എടുത്താൽ നിങ്ങൾ ഈ മൂക്കിൽ പഞ്ഞി വെച്ചുകൊണ്ട് റോഡിൽ കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. അതൊരു വൃത്തികെട്ട നടപ്പാണ്. അത് VD സതീശനൊക്കെ 2, 3 ഒക്കെ വെച്ച് കിട്ടുമ്പോൾ അത് വലിയൊരു ആനന്ദമായിട്ട് തോന്നും. പിണറായി വിജയൻ അതൊരു വലിയ അലങ്കാരമായിട്ട് തോന്നും. മറ്റുള്ളവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു സുരക്ഷയാണ്. കാര്യം വെച്ചാൽ നിങ്ങൾ മുഖമില്ലാത്തവരാണ്. മുഖമില്ലാത്തവർ നിങ്ങളെ തന്നെ ഡീഫേസ് ചെയ്യാൻ കിട്ടിയൊരു അവസരം വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നതിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആനന്ദം ഉണ്ടായിരിക്കും. പക്ഷേ മുഖമുള്ള മനുഷ്യരിവിടെ ഉണ്ട്. അവർക്കിത് വളരെ അരോചകമായൊരു കാഴ്ചയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്താനെന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും പറഞ്ഞുമില്ല. ശരി.